പ്രിയ പ്രേക്ഷകരെ, കഥാമണ്ഡപത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ജെയിൻ അയ്യറിലൂടെയുള്ള യാത്ര തുടരുകയാണ്. അധ്യായം 18. തോൺഫീൽഡ് ഹാളിൽ സന്തോഷകരമായ ദിവസങ്ങളായിരുന്നു അവ, തിരക്കുള്ള ദിവസങ്ങളും. അതിന്റെ മേൽക്കൂരയ്ക്ക് കീഴിൽ ഞാൻ ചെലവഴിച്ച നിശ്ചലതയുടെയും വിരസതയുടെയും ഏകാന്തതയുടെയും ആദ്യ 3 മാസങ്ങളിൽ നിന്ന് എത്ര വ്യത്യസ്തം! എല്ലാ സങ്കടകരമായ വികാരങ്ങളും ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടതായി തോന്നി. എല്ലാ ഇരുണ്ട ഓർമ്മകളും വിസ്മരിക്കപ്പെട്ടു. എല്ലായിടത്തും ജീവനുണ്ടായിരുന്നു. ദിവസം മുഴുവൻ ചലനങ്ങളായിരുന്നു. അടുക്കളയും ബട്ട്ലറുടെ കലവറയും വേലക്കാരുടെ ഹാളും പ്രവേശന കവാടവും ഒരുപോലെ സജീവമായിരുന്നു. തെളിഞ്ഞ ആകാശവും വസന്തകാലത്തെ സുഖകരമായ സൂര്യപ്രകാശവും അവിടുത്തെ താമസക്കാരെ പുറത്തെ മൈതാനങ്ങളിലേക്ക് വിളിക്കുമ്പോൾ മാത്രമാണ് സലൂണുകൾ ശൂന്യവും നിശബ്ദവുമായി മാറിയിരുന്നത്. വിനോദത്തിൽ മാറ്റം വരുത്താൻ നിർദ്ദേശിച്ച ആദ്യ സായാഹ്നത്തിൽ അവർ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. അവർ ചാരേറ്റ്സ് കളിക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. പക്ഷേ എന്റെ അറിവില്ലായ്മ കാരണം എനിക്ക് ആ പദം മനസ്സിലായില്ല. വേലക്കാരെ വിളിച്ചുവരുത്തി ഡൈനിംഗ് റൂമിലെ മേശകൾ നീക്കിമാറ്റി വിളക്കുകൾ ക്രമീകരിച്ചു. കമാനത്തിനെതിർവശത്തായി കസേരകൾ അർദ്ധവൃത്താകൃതിയിൽ നിരത്തി. മിസ്റ്റർ റോച്ചസ്റ്ററും മറ്റു മാന്യന്മാരും ഈ മാറ്റങ്ങൾക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടിരുന്നപ്പോൾ സ്ത്രീകൾ തങ്ങളുടെ വേലക്കാരികളെ വിളിക്കാനായി ഗോവണിപ്പടികളിലൂടെ മുകളിലേക്കും താഴേക്കും ഓടുകയായിരുന്നു. മിസ്സിസ് അതിനിടയിൽ മിസ്റ്റർ റോച്ചസ്റ്റർ വീണ്ടും സ്ത്രീകളെ തന്റെ ചുറ്റും വിളിച്ചുകൂട്ടി തന്റെ സംഘത്തിൽ ഉൾപ്പെടുത്താനായി അവരിൽ ചിലരെ തിരഞ്ഞെടുക്കുകയായിരുന്നു. മിസ് ഇൻഗ്രാം എന്റേതാണ്, തീർച്ചയായും, അദ്ദേഹം പറഞ്ഞു. പിന്നീട് അദ്ദേഹം 2 മിസ് എഷ്ടന്മാരുടെയും മിസ്സിസ് ഡെന്റിന്റെയും പേരു പറഞ്ഞു. അദ്ദേഹം എന്നെ നോക്കി. ഞാൻ മിസ്സിസിന്റെ കൊളുത്തു മുറുക്കിക്കൊണ്ടിരുന്നതിനാൽ അദ്ദേഹത്തിനടുത്തായിരുന്നു. അദ്ദേഹം ചോദിച്ചു. ഞാൻ തലയാട്ടി. അദ്ദേഹവും സഹായികളും ഇപ്പോൾ തിരശീലയ്ക്ക് പിന്നിലേക്ക് പിൻവാങ്ങി. കേണൽ ഡെന്റ് നയിക്കുന്ന മറ്റേ സംഘം അർദ്ധവൃത്താകൃതിയിലുള്ള കസേരകളിൽ ഇരുന്നു. മാന്യന്മാരിൽ ഒരാളായ മിസ്റ്റർ താമസിയായി ഒരു മണി മുഴങ്ങി. തിരശീല ഉയർന്നു. കമാനത്തിനുള്ളിൽ മിസ്റ്റർ റോച്ചസ്റ്റർ തിരഞ്ഞെടുത്ത സർ ജോർജ് ലിന്നിന്റെ തടിച്ച രൂപം ഒരു വെള്ള പുതപ്പിൽ പൊതിഞ്ഞ നിലയിൽ കാണപ്പെട്ടു. അദ്ദേഹത്തിനു മുന്നിൽ ഒരു മേശപ്പുറത്ത് ഒരു വലിയ പുസ്തകം തുറന്നുവെച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വശത്ത് ആമി എഷ്ടൻ മിസ്റ്റർ റോച്ചസ്റ്ററുടെ മേലങ്കി ധരിച്ച് കയ്യിൽ ഒരു പുസ്തകവുമായി നിന്നു. അദൃശ്യനായ ആരോ സന്തോഷത്തോടെ മണിമുഴങ്ങി. തുടർന്ന് അഡൽ, തന്റെ രക്ഷിതാവിന്റെ സംഘത്തിൽ ഒരാളാകണമെന്ന് നിർബന്ധം പിടിച്ചവൾ, കയ്യിലുണ്ടായിരുന്ന പൂക്കുട്ടയിലെ പൂക്കൾ ചുറ്റും വിതറിക്കൊണ്ട് മുന്നിലേക്ക് ചാടിവന്നു. പിന്നീട് മിസ് ഇൻഗ്രാമിന്റെ ഗംഭീരമായ രൂപം പ്രത്യക്ഷപ്പെട്ടു. വെള്ളവസ്ത്രം ധരിച്ച് തലയിൽ നീണ്ട ഒരു മുഖപടവും നെറ്റിയിൽ റോസാപ്പൂക്കളുടെ കിരീടവും ചൂടി. അവളുടെ വശത്ത് മിസ്റ്റർ റോച്ചസ്റ്റർ നടന്നു. അവർ ഒരുമിച്ച് മേശയ്ക്കടുത്തേക്ക് നീങ്ങി. അവർ മുട്ടുകുത്തി. വെള്ളവസ്ത്രം ധരിച്ച മിസ്സിസ് ഡെന്റും ലൂയിസ എഷ്ടനും അവർക്ക് പിന്നിലായി നിന്നു. ഒരു ചടങ്ങ് നടന്നു. നിശബ്ദമായ പ്രകടനത്തിലൂടെ അതൊരു വിവാഹത്തിന്റെ അനുകരണമാണെന്ന് തിരിച്ചറിയാൻ എളുപ്പമായിരുന്നു. മിസ്റ്റർ അത് വീണ്ടും ഉയരുന്നതിനു മുമ്പ് ഗണ്യമായ സമയം കടന്നുപോയി. അതിന്റെ രണ്ടാമത്തെ ഉയർച്ച കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വിപുലമായി തയ്യാറാക്കിയ ഒരു രംഗം പ്രദർശിപ്പിച്ചു. ഈ ജലപാത്രത്തിനരികിൽ പരവതാനിയിലിരിക്കുന്ന മിസ്റ്റർ റോച്ചസ്റ്ററെ കണ്ടു. ഷാളുകൾ ധരിച്ച് തലയിലൊരു തലപ്പാവുമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ കറുത്ത കണ്ണുകളും ഇരുണ്ട ചർമ്മവും പൗരസ്ത്യ സവിശേഷതകളും ആ വസ്ത്രത്തിന് കൃത്യമായി ഇണങ്ങിയിരുന്നു. അദ്ദേഹം ഒരു പൗരസ്ത്യ ആമീറിന്റെയോ അല്ലെങ്കിൽ വധശിക്ഷ നടപ്പിലാക്കുന്നവന്റെയോ അല്ലെങ്കിൽ അതിന്റെ ഇരയുടെയോ യഥാർത്ഥ മാതൃകയെപ്പോലെ തോന്നി. ഉടനെ മിസ് ഇൻഗ്രാം കാഴ്ചയിലേക്ക് വന്നു. അവളും പൗരസ്ത്യ രീതിയിലുള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നത്. അരയിൽ അരപ്പെട്ട പോലെ കെട്ടിയ കടും ചുവപ്പ് നിറത്തിലുള്ള ഒരു സ്കാർഫ്, നെറ്റിത്തടത്തിൽ എംബ്രോയിഡറി ചെയ്ത ഒരു തൂവാല കെട്ടിയിരുന്നു. അവളുടെ മനോഹരമായി രൂപപ്പെടുത്തിയ കൈകൾ നഗ്നമായിരുന്നു. അവയിലൊന്ന് തലയിൽ മനോഹരമായി വെച്ചിരിക്കുന്ന ഒരു കുടം താങ്ങിപ്പിടിക്കാനായി ഉയർത്തിയിരുന്നു. അവൾ ജലപാത്രത്തിനടുത്തേക്ക് ചെന്ന് കുടം നിറയ്ക്കാനെന്ന പോലെ അതിലേക്ക് കുനിഞ്ഞു. അവൾ അത് വീണ്ടും തലയിലേക്ക് ഉയർത്തി. തന്റെ വസ്ത്രത്തിനുള്ളിൽ നിന്ന് അദ്ദേഹം ഒരു പെട്ടി പുറത്തെടുത്തു. അത് തുറന്ന് മനോഹരമായ വളകളും കമ്മലുകളും കാണിച്ചു. അവൾ അത്ഭുതവും ആരാധനയും പ്രകടിപ്പിച്ചു. മുട്ടുകുത്തിക്കൊണ്ട് അദ്ദേഹം ആ നിധി അവളുടെ പാദങ്ങളിൽ വെച്ചു. അവളുടെ ഭാവനങ്ങളിലും ചലനങ്ങളിലും അവിശ്വാസവും സന്തോഷവും പ്രകടമായിരുന്നു. ആ അപരിചിതൻ അവളുടെ കൈകളിൽ വളകളും കാതുകളിൽ കമ്മലുകളും അണിയിച്ചു. കണ്ടെത്തേണ്ട സംഘം വീണ്ടും തലപുകച്ച് ആലോചിച്ചു. ആ രംഗം ചിത്രീകരിച്ച വാക്കിനെക്കുറിച്ചോ അക്ഷരത്തെക്കുറിച്ചോ അവർക്ക് യോജിക്കാൻ കഴിഞ്ഞില്ലെന്ന് തോന്നുന്നു. 3ാം തവണ ഉയർന്നപ്പോൾ ഡ്രോയിംഗ് റൂമിന്റെ ഒരു ഭാഗം മാത്രമേ വെളിപ്പെട്ടുള്ളൂ. ബാക്കി ഭാഗം കറുത്തതും പരുക്കനുമായ തുണികൊണ്ട് മറച്ചിരുന്നു. ഈ ദയനീയമായ രംഗത്തിനു നടുവിൽ മുട്ടുകളിൽ മുറുക്കിപ്പിടിച്ച കൈകൾ വെച്ച് നിലത്തേക്ക് നോക്കി ഒരാൾ ഇരുന്നു. അത് മിസ്റ്റർ റോച്ചസ്റ്ററാണെന്ന് എനിക്ക് മനസ്സിലായി. അഴുക്കുപുരണ്ട മുഖവും അലങ്കോലമായ വസ്ത്രവും അദ്ദേഹത്തിന്റെ കോട്ടൊരു കൈയിൽ അയഞ്ഞു തൂങ്ങിക്കിടക്കുന്നു. ഒരു പിടിവലിക്കിടയിൽ പുറകിൽ നിന്ന് കീറിപ്പോയതുപോലെ. നിരാശയും ദേഷ്യവും നിറഞ്ഞ ഭാവവും പരുക്കൻ മുടിയും അദ്ദേഹത്തെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം മാറ്റിയിരുന്നെങ്കിലും. അഭിനേതാക്കൾക്ക് അവരുടെ സാധാരണ വസ്ത്രങ്ങൾ ധരിക്കാൻ ആവശ്യമായ സമയം കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും ഡൈനിംഗ് റൂമിലേക്ക് പ്രവേശിച്ചു. മിസ്റ്റർ, നിങ്ങൾക്കറിയാമോ, അവൾ പറഞ്ഞു, ആ 3 വേഷങ്ങളിൽ എനിക്ക് നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവസാനത്തേതിലാണ്. അയ്യോ അതെ, അത് കഷ്ടമാണ്. ഇനി ഡെന്റ്, മിസ്റ്റർ തുടർന്നു. മറ്റേ സംഘം പിൻവാങ്ങിയപ്പോൾ അദ്ദേഹവും സംഘവും ഒഴിഞ്ഞ കസേരകളിലിരുന്നു. മിസ് ഇൻഗ്രാം തന്റെ നേതാവിന്റെ വലതുവശത്തിരുന്നു.
മറ്റംഗങ്ങൾ അദ്ദേഹത്തിന്റെയും അവളുടെയും ഇരുവശങ്ങളിലുമുള്ള കസേരകളിലിരുന്നു. ഞാനിപ്പോൾ അഭിനേതാക്കളെ ശ്രദ്ധിച്ചില്ല, തിരശീല ഉയരുന്നതിനായി ഞാൻ താൽപര്യത്തോടെ കാത്തിരുന്നില്ല. എന്റെ ശ്രദ്ധ കാണികളിലായിരുന്നു. അതുവരെ കമാനത്തിൽ ഉറപ്പിച്ചിരുന്ന എന്റെ കണ്ണുകൾ ഇപ്പോൾ അർദ്ധവൃത്താകൃതിയിലുള്ള കസേരകളിലേക്ക് അപ്രതിരോധ്യമായി ആകർഷിക്കപ്പെട്ടു. കേണൽ ഡെന്റും സംഘവും എന്ത് ചാരേടാണ് കളിച്ചതെന്നും അവരേതു വാക്കാണ് തിരഞ്ഞെടുത്തതെന്നും അവരെങ്ങനെയാണ് പ്രകടനം നടത്തിയതെന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല. എന്നാൽ ഓരോ രംഗത്തിനും ശേഷമുള്ള ആലോചനകൾ ഞാൻ ഇപ്പോഴും കാണുന്നു. ഞാൻ മിസ്റ്ററെ കാണുന്നു. വായനക്കാരെ, ഞാൻ മിസ്റ്റർ റോച്ചസ്റ്ററെ സ്നേഹിക്കാൻ പഠിച്ചു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്നത് നിർത്തിയതുകൊണ്ടോ മണിക്കൂറുകളോളം അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലിരുന്നിട്ടും അദ്ദേഹം ഒരിക്കൽ പോലും എന്റെ നേരെ നോക്കാത്തതുകൊണ്ടോ കടന്നുപോകുമ്പോൾ തന്റെ വസ്ത്രത്തിന്റെ അരികുകൊണ്ടുപോലും എന്നെ തൊടാൻ മടിക്കുന്ന തന്റെ കറുത്തതും ഗർവമുള്ളതുമായ കണ്ണുകൾ അബദ്ധവശാൽ എന്നിൽ പതിഞ്ഞാൽ ശ്രദ്ധിക്കാൻ പോലും യോഗ്യതയില്ലാത്തൊരു വസ്തുവിനെപ്പോലെ പെട്ടെന്ന് പിൻവലിക്കുന്ന ഒരു പ്രഭുയ്ക്ക് അദ്ദേഹം തന്റെ എല്ലാ ശ്രദ്ധയും നൽകുന്നതുകൊണ്ടോ എനിക്കിപ്പോൾ അദ്ദേഹത്തെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. ഈ സാഹചര്യങ്ങളിൽ സ്നേഹത്തെ തണുപ്പിക്കാനോ ഇല്ലാതാക്കാനോ ഒന്നുമില്ലായിരുന്നു. എങ്കിലും നിരാശയുണ്ടാക്കാൻ ഒരുപാടുണ്ടായിരുന്നു. വായനക്കാരെ, അസൂയ ജനിപ്പിക്കാനും ഒരുപാടുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കും. എന്റെ സ്ഥാനത്തുള്ള ഒരു സ്ത്രീക്ക് മിസ് ഇംഗ്രാമിനെ പോലെയുള്ളൊരു സ്ത്രീയോട് അസൂയപ്പെടാൻ ധൈര്യമുണ്ടെങ്കിൽ. പക്ഷേ എനിക്ക് അസൂയ തോന്നിയില്ല, അല്ലെങ്കിൽ വളരെ അപൂർവമായി മാത്രമേ തോന്നിയുള്ളൂ. ഞാൻ അനുഭവിച്ച വേദനയുടെ സ്വഭാവം ആ വാക്കുകൊണ്ട് വിശദീകരിക്കാൻ കഴിയില്ല. മിസ് ഇംഗ്രാം അസൂയയ്ക്ക് അർഹയായ ഒരാളായിരുന്നില്ല. ആ വികാരം ഉണർത്താൻ കഴിയാത്ത വിധം അവൾ താഴ്ന്നവളായിരുന്നു. വൈരുദ്ധ്യമെന്ന് തോന്നുന്ന ഈ പ്രസ്താവനയ്ക്ക് ക്ഷമിക്കുക, ഞാൻ പറയുന്നത് സത്യമാണ്. അവൾ വളരെ ആഡംബരമുള്ളവളായിരുന്നു, പക്ഷെ അവൾ യഥാർത്ഥമായിരുന്നില്ല. അവൾക്ക് നല്ല രൂപവും അറിവുമുണ്ടായിരുന്നു, എന്നാൽ അവളുടെ മനസ്സ് ദരിദ്രമായിരുന്നു. അവളുടെ ഹൃദയം സ്വഭാവത്താൽ വന്ധ്യമായിരുന്നു. ആ മണ്ണിൽ ഒന്നും തനിയെ പൂത്തിരുന്നില്ല. സ്വാഭാവികമായ ഒരു ഫലവും അതിന്റെ പുതുമയാൽ സന്തോഷിപ്പിച്ചിരുന്നില്ല. അവൾ നല്ലവളായിരുന്നില്ല. അവൾ മൗലികതയുള്ളവളായിരുന്നില്ല. അവൾ പുസ്തകങ്ങളിലെ ഗംഭീരമായ വാചകങ്ങൾ ആവർത്തിക്കാറുണ്ടായിരുന്നു. അവൾ ഒരിക്കലും സ്വന്തമായൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. അവൾക്കതില്ലായിരുന്നു. അവൾ ഉയർന്ന വികാരങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു, എന്നാൽ സഹാനുഭൂതിയുടെയും ദയയുടെയും വികാരങ്ങൾ അവൾക്കറിയില്ലായിരുന്നു. സ്നേഹവും സത്യവും അവളിലില്ലായിരുന്നു. ചെറിയ അടലയോട് അവൾക്കുണ്ടായിരുന്ന വിദ്വേഷം പ്രകടിപ്പിക്കുന്നതിലൂടെ അവൾ പലപ്പോഴും ഇത് വെളിപ്പെടുത്തിയിരുന്നു. കുട്ടി അവളുടെ അടുത്തേക്ക് വന്നാൽ അവഹേളനപരമായ വാക്കുകളോടെ അവളെ തള്ളിമാറ്റുമായിരുന്നു. ചിലപ്പോൾ മുറിയിൽ നിന്ന് പുറത്താക്കും. എപ്പോഴും അവളോട് തണുത്ത രീതിയിലും പരുഷമായും പെരുമാറും. എന്റെ കണ്ണുകൾ മാത്രമല്ല സ്വഭാവത്തിന്റെ ഈ പ്രകടനങ്ങൾ ശ്രദ്ധിച്ചിരുന്നത്. മറ്റൊരാളും അവയെ സൂക്ഷ്മമായും തീക്ഷ്ണമായും ബുദ്ധിപൂർവമായും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതെ, ഭാവി വരനായ മിസ് ഇംഗ്രാം നല്ലവളും ഉദാത്തയുമായ ഒരു സ്ത്രീയായിരുന്നുവെങ്കിൽ, കരുത്തും ആവേശവും ദയയും വിവേകവും ഉള്ളവളായിരുന്നുവെങ്കിൽ, എനിക്ക് 2 കടുവകളുമായി അസൂയയും നിരാശയും ഒരു സുപ്രധാന പോരാട്ടം നടത്തേണ്ടിവരുമായിരുന്നു. അപ്പോൾ എന്റെ ഹൃദയം പറിച്ചെടുക്കപ്പെടുകയും വിഴുങ്ങപ്പെടുകയും ചെയ്ത ശേഷം ഞാൻ അവളെ ആരാധിക്കുമായിരുന്നു. അവളുടെ മികവിനെ അംഗീകരിക്കുകയും എന്റെ ബാക്കി ദിവസങ്ങളിൽ ശാന്തയായിരിക്കുകയും ചെയ്യുമായിരുന്നു. അവളുടെ ശ്രേഷ്ഠത എത്രത്തോളം പൂർണ്ണമാകുന്നുവോ അത്രത്തോളം ആഴത്തിലുള്ളതാകുമായിരുന്നു എന്റെ ആരാധന. അത്രത്തോളം സത്യസന്ധമായി ശാന്തമാകുമായിരുന്നു എന്റെ നിശബ്ദത. എന്നാൽ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെയായിരുന്നതിനാൽ മിസ്റ്റർ റോച്ചസ്റ്ററെ വശീകരിക്കാനുള്ള മിസ് ഇംഗ്രാമിന്റെ ശ്രമങ്ങൾ നിരീക്ഷിക്കുന്നത് കാരണം അവൾ പരാജയപ്പെട്ടപ്പോൾ അവൾക്കെങ്ങനെ വിജയിക്കാമായിരുന്നു എന്ന് ഞാൻ കണ്ടു. മിസ്റ്റർ റോച്ചസ്റ്ററിൽ നിന്ന് നിരന്തരം തെന്നിമാറിക്കൊണ്ടിരുന്ന അമ്പുകൾ. ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, തീർച്ചയായും അവൾക്കവനെ യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെടാൻ കഴിയില്ല, അല്ലെങ്കിൽ യഥാർത്ഥ സ്നേഹത്തോടെ അവനെ ഇഷ്ടപ്പെടാൻ കഴിയില്ല. അവൾക്കങ്ങനെ തോന്നിയിരുന്നെങ്കിൽ അവൾക്ക് ഇത്രയധികം പുഞ്ചിരികൾ മെനയേണ്ടതില്ലായിരുന്നു, ഇത്രയധികം നോട്ടങ്ങൾ എറിയേണ്ടതില്ലായിരുന്നു, ഇത്രയധികം ഭാവങ്ങളും കൃത്രിമമായ അഴകുകളും പ്രകടിപ്പിക്കേണ്ടതില്ലായിരുന്നു. എനിക്ക് തോന്നുന്നത് അവന്റെ അരികിൽ ശാന്തമായി ഇരുന്നുകൊണ്ട് കുറച്ചുമാത്രം സംസാരിക്കുകയും കുറച്ചുമാത്രം നോക്കുകയും ചെയ്താൽ അവൾക്കവന്റെ ഹൃദയത്തോട് കൂടുതൽ അടുക്കാൻ കഴിയുമെന്നാണ്. അവൾ ഇത്ര ഉന്മേഷത്തോടെ അവനെ സമീപിക്കുമ്പോൾ അവന്റെ മുഖത്ത് കാണുന്ന ആ കാഠിന്യത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ഭാവം ഞാൻ അവന്റെ മുഖത്ത് കണ്ടിട്ടുണ്ട്. എന്നാൽ അത് തനിയെ വന്നതായിരുന്നു. അത് കൃത്രിമമായ കലകളാലോ കണക്കുകൂട്ടിയുള്ള നീക്കങ്ങളാലോ ഉണ്ടായതല്ല. ഒരാൾക്ക് അത് സ്വീകരിക്കുകയേ വേണ്ടൂ. അവൻ ചോദിക്കുന്നതിന് ഭാവമാറ്റങ്ങളില്ലാതെ മറുപടി നൽകുക, ആവശ്യമുള്ളപ്പോൾ മുഖഭാവങ്ങൾ വരുത്താതെ അവനോട് സംസാരിക്കുക. അപ്പോൾ അത് വർദ്ധിക്കുകയും കൂടുതൽ ദയയുള്ളതും ഊഷ്മളവുമാവുകയും ഒരു സൂര്യരശ്മിയെപ്പോലെ ഒരാളെ ചൂടുപിടിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അവർ വിവാഹിതരാകുമ്പോൾ അവനെ സന്തോഷിപ്പിക്കാൻ അവൾ എങ്ങനെ ശ്രമിക്കും? താൽപര്യങ്ങൾക്കും ബന്ധങ്ങൾക്കും വേണ്ടി വിവാഹം കഴിക്കാനുള്ള മിസ്റ്റർ റോച്ചസ്റ്ററുടെ പദ്ധതിയെക്കുറിച്ച് ഞാൻ ഇതുവരെ അപലപനീയമായി ഒന്നും പറഞ്ഞിട്ടില്ല. കക്ഷികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കുട്ടിക്കാലം മുതൽ അവരിൽ കുത്തിവെച്ച ആശയങ്ങൾക്കും തത്വങ്ങൾക്കും അനുസൃതമായി പ്രവർത്തിക്കുന്നതിന് അവനെയോ മിസ് ഇംഗ്രാമിനെയോ വിധിക്കാനോ കുറ്റപ്പെടുത്താനോ എനിക്ക് അർഹതയില്ലെന്നെനിക്ക് തോന്നി. അവരുടെ വർഗത്തിലുള്ളവരെല്ലാം ഈ തത്വങ്ങൾ മുറുകെ പിടിച്ചിരുന്നു. എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാരണങ്ങൾ അവരെ അതിനു പ്രേരിപ്പിക്കുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതി. എന്നാൽ മറ്റു കാര്യങ്ങളിലും എന്റെ യജമാനനോട് ഞാൻ വളരെ ഉദാരമായി മാറുകയായിരുന്നു. ഒരിക്കൽ ഞാൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്ന അവന്റെ എല്ലാ തെറ്റുകളും ഞാൻ മറക്കുകയായിരുന്നു.
അവന്റെ സ്വഭാവത്തിന്റെ എല്ലാ വശങ്ങളും പഠിക്കുക എന്നതായിരുന്നു മുമ്പെന്റെ ശ്രമം. ഗുണത്തോടൊപ്പം ദോഷവും സ്വീകരിക്കുക, രണ്ടിനെയും കൃത്യമായി തൂക്കിനോക്കി ഒരു നിഷ്പക്ഷമായ വിധി രൂപീകരിക്കുക. ഇപ്പോൾ ഞാൻ ദോഷങ്ങളൊന്നും കണ്ടില്ല. എന്നെ അകറ്റി നിർത്തിയിരുന്ന പരിഹാസവും ഒരിക്കൽ എന്നെ ഞെട്ടിച്ച പരുഷതയും ഒരു വിശിഷ്ട വിഭവത്തിലെ എരിവുള്ള മസാലകൾ പോലെയായിരുന്നു. അവയുടെ സാന്നിധ്യം തീക്ഷ്ണമായിരുന്നു, എന്നാൽ അവയുടെ അഭാവം വിഭവത്തെ രുചിയില്ലാത്തതാക്കി മാറ്റുമായിരുന്നു. ഒരു സൂക്ഷ്മ നിരീക്ഷകന് അവന്റെ കണ്ണുകളിൽ ഇടയ്ക്കിടെ കാണാൻ കഴിയുന്നതും വെളിപ്പെട്ട ആ വിചിത്രമായ ആഴം മനസ്സിലാക്കുന്നതിനു മുമ്പ് തന്നെ അടഞ്ഞുപോകുന്നതുമായ ഒന്ന്. അഗ്നിപർവ്വത മലനിരകളിലൂടെ അലഞ്ഞു തിരിയുന്നതുപോലെയും പെട്ടെന്ന് ഭൂമി കുലുങ്ങുന്നതായും പിളരുന്നതായും അനുഭവപ്പെടുന്നതുപോലെയും എന്നെ ഭയപ്പെടുത്തുകയും പിന്തിരിപ്പിക്കുകയും ചെയ്തിരുന്ന ആ ഒന്ന്, അത് ഞാൻ ഇടയ്ക്കിടെ ഇപ്പോഴും കാണുന്നുണ്ടായിരുന്നു. തുടിക്കുന്ന ഹൃദയത്തോടെയാണെങ്കിലും തളർന്ന ഞരമ്പുകളോടല്ല. അതിനിടയിൽ ഞാൻ എന്റെ യജമാനനെയും അവന്റെ ഭാവി വധുവിനെയും കുറിച്ച് മാത്രം ചിന്തിക്കുകയും അവരെ മാത്രം കാണുകയും അവരുടെ സംഭാഷണങ്ങൾ മാത്രം കേൾക്കുകയും അവരുടെ ചലനങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകുകയും ചെയ്തപ്പോൾ ബാക്കിയുള്ളവർ അവരുടെ സ്വന്തം താൽപ്പര്യങ്ങളിലും വിനോദങ്ങളിലും മുഴുകിയിരുന്നു. ലേഡി ലിന്നും ലേഡി ഇൻഗ്രാമും ഗൗരവമേറിയ ചർച്ചകളിൽ ഏർപ്പെട്ടു. അവിടെ അവർ തങ്ങളുടെ 2 തലപ്പാവുകൾ പരസ്പരമാട്ടുകയും അവരുടെ സംസാര വിഷയത്തിനനുസരിച്ച് അത്ഭുതത്തിലോ നിഗൂഢതയിലോ ഭയത്തിലോ വലിയ പാവകളെപ്പോലെ കൈകളുയർത്തി ആംഗ്യം കാണിക്കുകയും ചെയ്തു. ശാന്തയായ മിസസ് ഡെന്റ് ദയയുള്ള മിസസ് എഷ്ടണുമായി സംസാരിച്ചു. അവർ രണ്ടുപേരും ഇടയ്ക്കിടെ എന്നോടൊരു വാക്ക് സംസാരിക്കുകയോ പുഞ്ചിരിക്കുകയോ ചെയ്തു. സർ ജോർജ് ലിൻ, കേണൽ ഡെന്റ്, മിസ്റ്റർ എഷ്ടൺ എന്നിവർ രാഷ്ട്രീയം, പ്രാദേശിക കാര്യങ്ങൾ അല്ലെങ്കിൽ നീതിന്യായ കാര്യങ്ങൾ എന്നിവ ചർച്ച ചെയ്തു. ലോർഡ് ഇൻഗ്രാം ആമി എഷ്ടണുമായി സല്ലപിച്ചു. ലൂയിസ മിസ്റ്റർ ലിന്നുമാരിലൊരാൾക്കു വേണ്ടി പാടുകയും വായിക്കുകയും ചെയ്തു. മേരി ഇൻഗ്രാം മറ്റേയാളുടെ പ്രശംസാവചനങ്ങൾ മടുപ്പോടെ കേട്ടിരുന്നു. ചിലപ്പോൾ എല്ലാവരും ഒരേപോലെ തങ്ങളുടെ വിനോദങ്ങൾ നിർത്തി പ്രധാന അഭിനേതാക്കളെ നിരീക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തു. കാരണം എല്ലാത്തിനുമുപരി മിസ്റ്റർ റോച്ചസ്റ്ററും അവനുമായി അടുത്ത ബന്ധമുള്ളതിനാൽ മിസ് ഇൻഗ്രാമുമായിരുന്നു ആ പാർട്ടിയുടെ ജീവനും ആത്മാവും. ബിസിനസ് ആവശ്യങ്ങൾക്കായി അദ്ദേഹം മിൽക്കോട്ടിലേക്ക് വിളിക്കപ്പെട്ട ഒരു ദിവസം അദ്ദേഹത്തിന്റെ ആവേശകരമായ സാന്നിധ്യത്തിന്റെ കുറവ് പ്രത്യേകം അനുഭവപ്പെട്ടു. അദ്ദേഹം തിരിച്ചെത്താൻ വൈകുമെന്നും ഉറപ്പായിരുന്നു. ഉച്ചകഴിഞ്ഞ് മഴയായിരുന്നു. ഹേയ്ക്കപ്പുറമുള്ള ഒരു മൈതാനത്ത് തമ്പടിച്ചിരുന്ന നാടോടി സംഘത്തെ കാണാൻ പോകാനുള്ള പാർട്ടിയുടെ തീരുമാനം അതിനാൽ മാറ്റിവെച്ചു. ചില പുരുഷന്മാർ കുതിരലായങ്ങളിലേക്ക് പോയി. യുവാക്കളും യുവതികളും ബില്യാർഡ്സ് മുറിയിൽ ബില്യാർഡ്സ് കളിക്കുകയായിരുന്നു. പ്രായമായ ഇൻഗ്രാമും ലിന്നുവ് കാടുകളിയിൽ ആശ്വാസം കണ്ടെത്തി. ബ്ലാഞ്ച് ഇൻഗ്രാം മിസസ് ഡെന്റിന്റെയും മിസസ് എഷ്ടണിന്റെയും സംഭാഷണ ശ്രമങ്ങളെ പുച്ഛത്തോടെയുള്ള മൗനം കൊണ്ട് നിരസിച്ച ശേഷം പിയാനോയിൽ ചില വിരഹഗാനങ്ങൾ മൂളുകയും തുടർന്ന് ലൈബ്രറിയിൽ നിന്ന് ഒരു നോവലെടുത്ത് സോഫയിൽ അഹങ്കാരത്തോടെ മടി പിടിച്ചുകിടന്ന് ആ വിരസമായ മണിക്കൂറുകളെ കഥകളുടെ മാന്ത്രികതയാൽ മറികടക്കാൻ തയ്യാറെടുക്കുകയും ചെയ്തു. ഞാൻ തിരിഞ്ഞുനോക്കി. മിസ് ഇൻഗ്രാം സോഫയിൽ നിന്ന് മുന്നോട്ടു കുതിച്ചു. മറ്റുള്ളവരും തങ്ങളുടെ ജോലികളിൽ നിന്ന് തലയുയർത്തി നോക്കി. കാരണം അതേസമയം നനഞ്ഞ ചരളിലൂടെ ചക്രങ്ങൾ ഉരുളുന്ന ശബ്ദവും കുതിരക്കുളമ്പുകളുടെ ശബ്ദവും കേൾക്കാമായിരുന്നു. അത് മിസ്റ്റർ റോച്ചസ്റ്ററാണ്, മിസ് ഇൻഗ്രാം പറഞ്ഞു. അദ്ദേഹം പുറത്തുപോയപ്പോൾ മെസ്രൂർ, കറുത്ത കുതിര, പുറത്തല്ലേ പോയത്? ഇതു പറഞ്ഞുകൊണ്ട് അവൾ തന്റെ ഉയരമുള്ള ശരീരവും വിസ്താരമുള്ള വസ്ത്രങ്ങളുമായി ജനലിനടുത്തെത്തി. എന്റെ നട്ടല്ലൊടിയുന്നതുപോലെ എനിക്ക് പിന്നിലേക്ക് വളയേണ്ടി വന്നു. അവളുടെ ആവേശത്തിൽ അവൾ ആദ്യം എന്നെ ശ്രദ്ധിച്ചില്ല. എന്നാൽ ശ്രദ്ധിച്ചപ്പോൾ അവൾ ചുണ്ടു ചുളിക്കുകയും മറ്റൊരു ജനലിലേക്ക് മാറുകയും ചെയ്തു. വാടക വണ്ടി നിന്നു. ഡ്രൈവർ ഡോർബെൽ അടിച്ചു. യാത്രാവേഷം ധരിച്ചൊരു മാന്യൻ താഴെ ഇറങ്ങി. എന്നാൽ അത് മിസ്റ്റർ റോച്ചസ്റ്റർ ആയിരുന്നില്ല. ഹാളിൽ ചില സംസാരങ്ങൾ കേൾക്കാമായിരുന്നു. താമസിയായി പുതുതായി വന്നയാൾ അകത്തേക്ക് പ്രവേശിച്ചു. ഞാൻ വന്നിരിക്കുന്നത് അനുയോജ്യമല്ലാത്ത സമയത്താണെന്ന് തോന്നുന്നു, മാഡം, അദ്ദേഹം പറഞ്ഞു. എന്റെ സുഹൃത്തായ മിസ്റ്റർ റോച്ചസ്റ്റർ ഇവിടെയില്ലല്ലോ. അദ്ദേഹത്തിന്റെ പെരുമാറ്റം മര്യാദയുള്ളതായിരുന്നു. അദ്ദേഹത്തിന്റെ സംസാര ശൈലി എനിക്ക് അല്പം അസാധാരണമായി തോന്നി. കൃത്യമായ വിദേശിയുടേതല്ല, എങ്കിലും പൂർണ്ണമായും ഇംഗ്ലീഷുമല്ല. അദ്ദേഹത്തിന് മിസ്റ്റർ റോച്ചസ്റ്ററുടെ പ്രായം വരും, 30നും 40നും ഇടയിൽ. അദ്ദേഹത്തിന്റെ നിറം അസാധാരണമാംവിധം വിളറിയതായിരുന്നു. അല്ലാത്തപക്ഷം അദ്ദേഹം കാണാൻ സുന്ദരനായിരുന്നു, പ്രത്യേകിച്ച് ആദ്യ കാഴ്ചയിൽ. സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് അപ്രിയമായ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാൻ കഴിയാത്ത എന്തോ ഒന്ന് നിങ്ങൾ കണ്ടെത്തും. വസ്ത്രം മാറാനുള്ള മണി മുഴങ്ങിയതോടെ എല്ലാവരും പിരിഞ്ഞുപോയി. അത്താഴത്തിനു ശേഷമാണ് ഞാൻ അദ്ദേഹത്തെ വീണ്ടും കണ്ടത്. അപ്പോഴദ്ദേഹം തികച്ചും സ്വസ്ഥനായി കാണപ്പെട്ടു. എന്നാൽ എനിക്ക് അദ്ദേഹത്തിന്റെ മുഖഭാവം മുമ്പത്തേക്കാൾ കുറച്ചേ ഇഷ്ടപ്പെട്ടുള്ളൂ. അതൊരേ സമയം അസ്ഥിരവും ജീവനില്ലാത്തതുമായി എനിക്ക് തോന്നി. അദ്ദേഹത്തിന്റെ കണ്ണുകൾ അലയുകയായിരുന്നു. ആ അലച്ചിലിന് അർത്ഥമില്ലായിരുന്നു. ഇത് അദ്ദേഹത്തിന് ഞാൻ മുമ്പ് കണ്ടിട്ടില്ലാത്തൊരു വിചിത്രമായ ഭാവം നൽകി. ഞാൻ എന്റെ പതിവ് കോണിലിരുന്ന് അടുപ്പിനടുത്തിരുന്നിരുന്ന അദ്ദേഹത്തിന്റെ മേൽ മെഴുകുതിരി വെളിച്ചം പതിക്കുന്നത് നോക്കിയപ്പോൾ അദ്ദേഹം തണുക്കുന്നു എന്ന പോലെ അടുപ്പിനോട് ചേർന്നിരിക്കുകയായിരുന്നു. ഞാൻ അദ്ദേഹത്തെ മിസ്റ്റർ റോച്ചസ്റ്ററുമായി താരതമ്യം ചെയ്തു. അദ്ദേഹം മിസ്റ്റർ റോച്ചസ്റ്ററെ ഒരു പഴയ സുഹൃത്തായിട്ടാണ് വിശേഷിപ്പിച്ചത്. 2-3 പുരുഷന്മാർ അദ്ദേഹത്തിനടുത്തിരുന്നിരുന്നു. മുറിയുടെ അപ്പുറത്തുനിന്ന് അവരുടെ സംഭാഷണത്തിന്റെ ചില ഭാഗങ്ങൾ എനിക്കിടയ്ക്കിടെ കേൾക്കാമായിരുന്നു. ആദ്യം എനിക്ക് കേട്ട കാര്യങ്ങളിൽ നിന്ന് വലിയ അർത്ഥമൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല.
കാരണം എനിക്കടുത്തായി ഇരുന്നിരുന്ന ലൂയിസ ഇഷ്ടണിന്റെയും മേരി ഇൻഗ്രാമിന്റെയും സംസാരം എനിക്കിടയ്ക്കിടെ ലഭിച്ചിരുന്ന അപൂർണമായ വാചകങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കി. പിന്നീട് എനിക്ക് വലിയ ആശ്വാസം നൽകിക്കൊണ്ട് മിസ്റ്റർ റോച്ചസ്റ്റർ എത്തി. എനിക്കിപ്പോൾ അടുപ്പിനടുത്തുള്ള സംഘത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞു. പുതുതായി വന്നയാളെ മിസ്റ്റർ മേസൺ എന്നാണ് വിളിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി. അദ്ദേഹം ഇംഗ്ലണ്ടിൽ എത്തിയതേയുള്ളൂ എന്നും ഏതെങ്കിലും ചൂടുള്ള രാജ്യത്തു നിന്നാണ് വരുന്നതെന്നും ഞാൻ അറിഞ്ഞു. അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ മുഖം ഇത്ര വിളറിയതും അദ്ദേഹം അടുപ്പിനിത്ര അടുത്തിരിക്കുന്നതും വീടിനുള്ളിലും പുറംകോട്ട് ധരിക്കുന്നതും. താമസിയാതെ ജമൈക്ക, കിങ്സ്റ്റൺ, സ്പാനിഷ് ടൗൺ എന്നീ വാക്കുകൾ. അദ്ദേഹം വെസ്റ്റ് ഇൻഡീസിലാണ് താമസിക്കുന്നതെന്ന് സൂചിപ്പിച്ചു. അവിടെ വെച്ചാണ് അദ്ദേഹം മിസ്റ്റർ റോച്ചസ്റ്ററെ ആദ്യമായി കാണുകയും പരിചയപ്പെടുകയും ചെയ്തതെന്നറിഞ്ഞപ്പോൾ എനിക്ക് ചെറിയ അത്ഭുതമൊന്നുമല്ല ഉണ്ടായത്. ആ പ്രദേശത്തെ കത്തുന്ന ചൂടിനോടും ചുഴലിക്കാറ്റുകളോടും മഴക്കാലത്തോടും തന്റെ സുഹൃത്തിനുള്ള അനിഷ്ടത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. എനിക്ക് മിസ്റ്റർ റോച്ചസ്റ്ററെ അറിയാമായിരുന്നു. റോച്ചസ്റ്റർ ഒരു സഞ്ചാരിയായിരുന്നു, മിസ്സസ്. ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായൊരു സംഭവം എന്റെ ചിന്തകളുടെ ഇഴമുറിച്ചത്. ആരെങ്കിലും വാതിൽ തുറന്നപ്പോൾ വിറച്ചുകൊണ്ട് മിസ്റ്റർ മേസൺ, കനൽക്കട്ടകൾ ഇപ്പോഴും ചുവന്ന തുടുത്ത് ചൂടോടെ തിളങ്ങുന്നുണ്ടെങ്കിലും തീ കെട്ടടങ്ങിയതിനാൽ അടുപ്പിൽ കൂടുതൽ കൽക്കരിയിടാൻ ആവശ്യപ്പെട്ടു. കൽക്കരി കൊണ്ടുവന്ന വേലക്കാരൻ പുറത്തേക്കു പോകുമ്പോൾ മിസ്റ്റർ എന്നതിനടുത്തു നിന്നു. കേണൽ ഡെന്റ് തടസ്സപ്പെട്ടു. അദ്ദേഹം ഉറക്കെ പറഞ്ഞു, സ്ത്രീകളെ, നിങ്ങൾ ജിപ്സി ക്യാമ്പ് സന്ദർശിക്കാൻ ഹേ കോമണിലേക്ക് പോകുന്നതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നല്ലോ. പഴയ മദർ ബഞ്ചുകളിലൊരാൾ ഇപ്പോൾ വേലക്കാരുടെ ഹാളിലുണ്ടെന്നും ഉയർന്ന കുലജാതരുടെ മുന്നിൽ ഹാജരാക്കി അവരുടെ ഭാഗ്യം പറഞ്ഞുകൊടുക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നുണ്ടെന്നും സാം ഇവിടെ പറയുന്നു. തീർച്ചയായും കേണൽ, ലേഡി ഇൻഗ്രാം വിളിച്ചു പറഞ്ഞു. ഇത്രയും തരംതാഴ്ന്ന ഒരു വഞ്ചകിയെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ലല്ലോ. പക്ഷെ അവളെ അവിടെ നിന്ന് മാറ്റാൻ എനിക്ക് കഴിയുന്നില്ല എന്റെ ലേഡി, വേലക്കാരൻ പറഞ്ഞു. വേലക്കാർക്കാർക്കും അതിന് കഴിയുന്നില്ല, മിസ്സസ് ചോദിച്ചു. ഫ്രെഡറിക് ലിൻ വിളിച്ചു പറഞ്ഞു. മിസ്സസ് ആശ്ചര്യപ്പെട്ടു. തീർച്ചയായും മമ്മ, നിങ്ങൾക്ക് കഴിയും, നിങ്ങൾ ചെയ്യുകയും ചെയ്യും. പിയാനോ സ്റ്റൂളിൽ തിരിഞ്ഞിരുന്ന് ബ്ലാഞ്ചിന്റെ ഗർവുള്ള ശബ്ദം മുഴങ്ങി. അതുവരെ അവൾ അവിടെ നിശബ്ദയായില്ലെന്ന് സംഗീതത്തിന്റെ താളുകൾ പരിശോധിക്കുകയായിരുന്നു. എന്റെ പ്രിയപ്പെട്ട ബ്ലാഞ്ച്, യുവാക്കളായ സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ വിളിച്ചു പറഞ്ഞു. വേലക്കാരൻ അപ്പോഴും അവിടെ തന്നെ നിന്നു. അവൾ ഇപ്പോൾ വരില്ല, അവൻ പറഞ്ഞു. സാധാരണക്കാരായ ജനക്കൂട്ടത്തിന് അവളുടെ വാക്കുകൾ അങ്ങനെയാണ്. മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് തന്റെ ദൗത്യമല്ലെന്ന് അവൾ പറയുന്നു. നീ ഇപ്പോൾ കണ്ടല്ലോ എന്റെ രാജ്ഞിയായ ബ്ലാഞ്ച്, ലേഡി ഇൻഗ്രാം തുടങ്ങി. അവൾ അതിരുകടക്കുന്നു. സാധാരണക്കാരായ ജനക്കൂട്ടത്തിനു മുന്നിൽ വെച്ച് അവളെ കേൾക്കുക എന്നത് എന്റെയും ദൗത്യമല്ല. എനിക്കവളെ തനിയെ കാണണം. ആ ജൽപ്പനങ്ങൾ നിർത്തൂ വിഡ്ഢി. അവൾ ഇപ്പോൾ തയ്യാറാണ്, വീണ്ടും പ്രത്യക്ഷപ്പെട്ട വേലക്കാരൻ പറഞ്ഞു. ഓ എന്റെ പ്രിയപ്പെട്ടവളെ, ഓ എന്റെ ഏറ്റവും പ്രിയപ്പെട്ടവളെ. താരതമ്യേന ഒരു നിശബ്ദത നിലവിൽ വന്നു. ലേഡി ഇൻഗ്രാം തന്റെ കൈകൾ പിഴിയുന്നത് ഉചിതമാണെന്ന് കരുതി. അവൾ അത് ചെയ്യുകയും ചെയ്തു. മിസ് മേരി തനിക്കൊരിക്കലും അതിന് ധൈര്യമില്ലെന്ന് പ്രഖ്യാപിച്ചു. മിനിറ്റുകൾ വളരെ സാവധാനം കടന്നുപോയി. 15 മിനിറ്റുകൾ എണ്ണപ്പെട്ടു. അതിനുശേഷമാണ് ലൈബ്രറി വാതിൽ വീണ്ടും തുറന്നത്. അവൾ ചിരിക്കുമോ? അവൾ ഇതൊരു തമാശയായി എടുക്കുമോ? ഇപ്പോൾ നല്ല മനുഷ്യരെ, മിസ് ഇൻഗ്രാം മറുപടി പറഞ്ഞു. എന്നെ നിർബന്ധിക്കരുത്. സത്യത്തിൽ നിങ്ങളുടെ അത്ഭുതപ്പെടാനും വിശ്വസിക്കാനുമുള്ള കഴിവ് പെട്ടെന്നുണർത്തപ്പെടുന്നു. നിങ്ങളെല്ലാവരും, എന്റെ നല്ല മമ്മ ഉൾപ്പെടെ, ഈ കാര്യത്തിന് നൽകുന്ന പ്രാധാന്യം കണ്ടാൽ പിശാചുമായി അടുത്ത ബന്ധമുള്ള ഒരു യഥാർത്ഥ മന്ത്രവാദിനി ഈ വീട്ടിലുണ്ടെന്ന് നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നതായി തോന്നും. ഞാനൊരു ജിപ്സി നാടോടിയെ കണ്ടു. അവൾ പതിവ് രീതിയിൽ ഹസ്തരേഖാശാസ്ത്രം പ്രയോഗിക്കുകയും അത്തരം ആളുകൾ സാധാരണയായി പറയുന്ന കാര്യങ്ങൾ എന്നോട് പറയുകയും ചെയ്തു. എന്റെ കൗതുകം ശമിച്ചു. ഇനി മിസ്റ്റർ എന്ന് ഞാൻ കരുതുന്നു. മിസ് ഇൻഗ്രാം ഒരു പുസ്തകമെടുത്ത് കസേരയിൽ ചാരിയിരുന്നു. അങ്ങനെ കൂടുതൽ സംഭാഷണങ്ങൾ ഒഴിവാക്കി. ഞാൻ ഏകദേശം അരമണിക്കൂറോളം അവളെ നിരീക്ഷിച്ചു. ആ സമയമത്രയും അവൾ ഒരു പേജ് പോലും മറിച്ചില്ല. അവളുടെ മുഖം ഓരോ നിമിഷവും ഇരുണ്ടതും അസംതൃപ്തവും നിരാശ പ്രകടമാക്കുന്നതുമായി മാറി. ആ സമയമത്രയും അവൾ ഒരു പേജ് പോലും മറിച്ചില്ല. അതിനിടയിൽ മേരി ഇൻഗ്രാം, ആനി, ലൂയിസ എഷ്ടൺ എന്നിവർ തനിയെ പോകാൻ ധൈര്യമില്ലെന്ന് പ്രഖ്യാപിച്ചു. എങ്കിലും അവർക്കെല്ലാവർക്കും പോകാൻ ആഗ്രഹമുണ്ടായിരുന്നു. അവരെല്ലാവരും ഒരേപോലെ വിളിച്ചു പറഞ്ഞു. അവർ ഞങ്ങളോട് അത്തരം കാര്യങ്ങൾ പറഞ്ഞു. കൂടുതൽ വിശദീകരണത്തിനായി നിർബന്ധിച്ചപ്പോൾ അവർ വെറും കുട്ടികളായിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളും അവൾ പറഞ്ഞതായി അവർ വെളിപ്പെടുത്തി. അവരുടെ വീട്ടിലെ മുറികളിലുണ്ടായിരുന്ന പുസ്തകങ്ങളെയും അലങ്കാര വസ്തുക്കളെയും കുറിച്ച് വിവരിച്ചു. വിവിധ ബന്ധുക്കൾ അവർക്ക് നൽകിയ സമ്മാനങ്ങളെക്കുറിച്ചും പറഞ്ഞു. ഇവിടെ പുരുഷന്മാർ ഈ അവസാനത്തെ 2 കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ താൽപര്യത്തോടെ ഇടപെട്ടു. എന്നാൽ അവരുടെ നിർബന്ധത്തിനു മറുപടിയായി അവർക്ക് ലഭിച്ചത് നാണവും ആശ്ചര്യപ്രകടനങ്ങളും വിറയലും ചിരിയും മാത്രമായിരുന്നു. ക്ഷമിക്കണം മിസ്, മുറിയിൽ ഇതുവരെ തന്റെ അടുത്തുവരാത്ത മറ്റൊരു യുവതി കൂടിയുണ്ടെന്ന് ജിപ്സി പറയുന്നു. എല്ലാവരെയും കാണാതെ താൻ പോകില്ലെന്ന് അവൾ ആണയിടുന്നു. അത് നിങ്ങളായിരിക്കുമെന്ന് ഞാൻ കരുതി. വേറെ ആരും അതിനില്ല.
ഓ, ഞാൻ തീർച്ചയായും പോകാം, ഞാൻ മറുപടി നൽകി. എന്റെ അത്യധികമായ ജിജ്ഞാസ ശമിപ്പിക്കാൻ അപ്രതീക്ഷിതമായി ലഭിച്ച ഈ അവസരത്തിൽ ഞാൻ സന്തോഷിച്ചു. ഞാനുമായിരുന്നില്ല, പക്ഷെ എനിക്ക് വലിയ താൽപ്പര്യവും ആവേശവും ഉണ്ടായിരുന്നു. അധ്യായം 19 ഞാൻ അകത്തേക്ക് കടക്കുമ്പോൾ ലൈബ്രറി തികച്ചും ശാന്തമായി കാണപ്പെട്ടു. സിബിൽ, അവളൊരു സിബിൽ തന്നെയാണെങ്കിൽ അടുപ്പിന്റെ മൂലയിലുള്ള ഒരു ഈസി ചെയറിൽ സുഖമായി ഇരിക്കുകയായിരുന്നു. അവളൊരു ചുവന്ന മേലങ്കിയും കറുത്ത ബോണറ്റും ധരിച്ചിരുന്നു. അല്ലെങ്കിൽ ഒരു വരയുള്ള തൂവാല താടിക്ക് താഴെ കെട്ടിയ വീതിയുള്ള വക്കുകളുള്ള ഒരു ജിപ്സി തൊപ്പി. ഞാൻ പരവതാനിയിൽ നിന്ന് കൈകൾ ചൂടാക്കി. ഡ്രോയിംഗ് റൂമിലെ തീയിൽ നിന്ന് അകലെയിരുന്നതിനാൽ അവ അല്പം തണുത്തിരുന്നു. എന്റെ ജീവിതത്തിൽ എപ്പോഴത്തെയും പോലെ ഇപ്പോൾ എനിക്ക് മനസ്സാന്നിധ്യം തോന്നി. ജിപ്സിയുടെ രൂപത്തിൽ ഒരാളുടെ ശാന്തതയെ അലട്ടാൻ ഒന്നുമുണ്ടായിരുന്നില്ല. അവൾ തന്റെ പുസ്തകം അടച്ച് സാവധാനം മുകളിലേക്ക് നോക്കി. അവളുടെ തൊപ്പിയുടെ വക്ക് മുഖത്തെ ഭാഗികമായി മറച്ചിരുന്നു. എങ്കിലും അവൾ അത് ഉയർത്തിയപ്പോൾ അതൊരു വിചിത്രമായ മുഖമാണെന്ന് എനിക്ക് കാണാമായിരുന്നു. അങ്ങനെയാണോ? അതെ, പ്രത്യേകിച്ച് നിങ്ങളെപ്പോലെയുള്ള ഇടപാടുകാരെ കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ. ആ വൃദ്ധ തന്റെ ബോണറ്റിനും കെട്ടിനും ഉള്ളിലൂടെ പതുക്കെ കുറുക്കി ചിരിച്ചു. അവളൊരു ചെറിയ കറുത്ത പൈപ്പ് പുറത്തെടുത്ത് അത് കത്തിച്ച് പുകയ്ക്കാൻ തുടങ്ങി. ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ പറയാം, നിങ്ങൾ തണുത്തിരിക്കുന്നു, കാരണം നിങ്ങൾ ഒറ്റയ്ക്കാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള തീയെ പുറത്തെടുക്കാൻ ഒരു സ്പർശനവും ഉണ്ടാകുന്നില്ല. നിങ്ങൾ രോഗിയാണ്, കാരണം മനുഷ്യന് നൽകപ്പെട്ട ഏറ്റവും ഉന്നതവും മധുരവുമായ വികാരങ്ങൾ നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നു. നിങ്ങൾക്കെനിക്കായി ഒന്നിനെ കണ്ടെത്താൻ കഴിയില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളൊരു പ്രത്യേക സാഹചര്യത്തിലാണ്, സന്തോഷത്തിന് തൊട്ടടുത്ത്. അതെ, അത് കഴിയത്തും ദൂരത്തുണ്ട്. എല്ലാ ചേരുവകളും തയ്യാറാണ്. അവയെ ഒന്നിപ്പിക്കാൻ ഒരു നീക്കം മാത്രമേ ആവശ്യമുള്ളൂ. എനിക്ക് കടങ്കഥകൾ മനസ്സിലാതില്ല. ഞാൻ അവൾക്കൊരു ഷില്ലിംഗ് നൽകി. അവൾ അത് തന്റെ പോക്കറ്റിൽ നിന്നെടുത്ത ഒരു പഴയ സോക്സിനുള്ളിലാക്കി. അത് കെട്ടി തിരികെ വെച്ച ശേഷം കൈ നീട്ടാൻ എന്നോട് പറഞ്ഞു. ഞാൻ നീട്ടി. ഇത് വളരെ മൃദുവായതാണ്, അവൾ പറഞ്ഞു. ഇങ്ങനെയുള്ളൊരു കൈകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇതിൽ രേഖകളേയില്ല. കൂടാതെ ഒരു ഉള്ളംകൈയിൽ എന്തിരിക്കുന്നു? അല്ല, അവൾ തുടർന്നു. അത് മുഖത്താണ്, നെറ്റിയിൽ, കണ്ണിനു ചുറ്റും, വായുടെ വരകളിൽ. ഇപ്പോൾ നിങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നു, ഞാൻ അവളുടെ വാക്കനുസരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ അവളുടെ അരയാർഡരികിൽ മുട്ടുകൊട്ടി നിന്നു. ഇന്ന് രാത്രി ഏത് വികാരത്തോടെയാണ് നിങ്ങൾ എന്റെ അടുത്തേക്ക് വന്നതെന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. എന്നെ കുറച്ചുനേരം പരിശോധിച്ച ശേഷം അവൾ പറഞ്ഞു. ഞാനല്ല. നിങ്ങൾ മിടുക്കിയാണെന്ന് കരുതുന്നു. ശരി, ഒരു പക്ഷേ എനിക്കറിയാമായിരിക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് അവരിൽ ഒരാളെ അറിയാം മിസ്സസ്. ഭയപ്പെടേണ്ട. ആ വിചിത്ര ജീവി തുടർന്നു. മിസ്സസ് പൂൾ വിശ്വസ്തയാണ്, മിതഭാഷിയും ശാന്തയുമാണ്. ആർക്കും അവളെ വിശ്വസിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, ആ ജനൽക്കലിരിക്കുമ്പോൾ നിങ്ങളുടെ ഭാവി സ്കൂളിനെക്കുറിച്ച് മാത്രമാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? നിങ്ങളുടെ മുന്നിലുള്ള സോഫകളിലും കസേരകളിൽ ഇരിക്കുന്നവരിൽ നിങ്ങൾക്കിപ്പോൾ താൽപ്പര്യമില്ലേ? നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു മുഖം പോലും അവിടെയില്ലേ? ഓ, എനിക്ക് വലിയ തിരഞ്ഞെടുപ്പുകളൊന്നുമില്ല. നിങ്ങൾക്കൊന്നുമില്ലേ? ഇവിടെയുള്ള പുരുഷന്മാരെ എനിക്കറിയില്ല. ഇവിടെയുള്ള പുരുഷന്മാരെ നിങ്ങൾക്കറിയില്ലേ? അവരിൽ ഒരാളോട് പോലും നിങ്ങളൊരു വാക്കുപോലും സംസാരിച്ചിട്ടില്ലേ? ഗൗരവമേറിയ ഒരു പരാമർശം, വളരെ തന്ത്രപരമായ ഒരു വാദം. അല്ല, പക്ഷെ മിസ്റ്റർ എന്താണെന്ന് എനിക്ക് കാണാൻ കഴിയുന്നില്ല. പുരുഷന്മാരുടെ കണ്ണുകളിലേക്ക് നോക്കി സ്ത്രീകൾ പുഞ്ചിരിക്കുന്നതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. ഈയിടെയായി മിസ്റ്റർക്ക് നേരെ ഒരുപാട് പുഞ്ചിരികൾ ചൊരിയപ്പെടുന്നുണ്ട്. മിസ്റ്റർ, അദ്ദേഹത്തിന്റെ അവകാശത്തെക്കുറിച്ച് ചോദ്യമില്ല. എന്നാൽ വിവാഹത്തെക്കുറിച്ച് ഇവിടെ പറയുന്ന കഥകളിൽ മിസ്റ്റർ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജിപ്സിയോടെന്നതിനേക്കാൾ ഉപരിയായി ഞാൻ ഇത് എന്നോട് തന്നെ പറഞ്ഞു. അവളുടെ വിചിത്രമായ സംസാരവും ശബ്ദവും രീതിയും എന്നെ ഒരു തരം സ്വപ്നത്തിലേക്ക് നയിച്ചിരുന്നു. മിസ്റ്റർ, അവൾ ആവർത്തിച്ചു. അതെ, മിസ്റ്റർ റോച്ചസ്റ്റർ മണിക്കൂറുകളോളം ഇരുന്നിട്ടുണ്ട്. കാര്യങ്ങൾ അറിയിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ആ ആകർഷകമായ ചുണ്ടുകളിലേക്ക് അദ്ദേഹം ചെവി ചായച്ചിട്ടുണ്ട്. കൂടാതെ മിസ്റ്റർ കൃതജ്ഞനുള്ളവൻ കണ്ടെത്തുന്നു. അപ്പോൾ നിങ്ങൾ വിശകലനം ചെയ്തിട്ടുണ്ട്. കൃത്യമായി അങ്ങനെയല്ല. സാരമില്ല, ഞാനിവിടെ വന്നത് അന്വേഷിക്കാനാണ്, കുറ്റസമ്മതം നടത്താനല്ല. മിസ്റ്റർ, ഇന്ന് അറിയാമോ? കാഴ്ചയിൽ ആ നിഗമനത്തിലെത്താം. സംശയമില്ല, നിങ്ങളിൽ നിന്ന് മാറ്റിയെടുക്കേണ്ട ധിക്കാരത്തോടെ നിങ്ങളത് ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും അവർ അത്യന്തം സന്തോഷമുള്ള ദമ്പതികളായിരിക്കും. അത്രയും സുന്ദരിയും കുലീനിയും ബുദ്ധിമതിയും കഴിവുള്ളവളുമായ ഒരു സ്ത്രീയെ അദ്ദേഹം സ്നേഹിക്കണം. മിക്കവാറും അവൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പണത്തെയെങ്കിലും. ഏകദേശം 1 മണിക്കൂർ മുമ്പ് ഞാൻ അവളോട് ആ കാര്യത്തെക്കുറിച്ച് ചിലത് പറഞ്ഞു. അതവളെ അത്ഭുതകരമാം വിധം ഗൗരവമുള്ളവളാക്കി. അവളുടെ വായുടെ കോണുകൾ 1/2 ഇഞ്ച് താഴ്ന്നു. അവളുടെ കറുത്ത നിറമുള്ള കാമുകനോട് ഞാൻ പറയും, ശ്രദ്ധിച്ചോളൂ, കൂടുതൽ സ്വത്തുള്ള മറ്റൊരാൾ വന്നാൽ അവൻ തോറ്റുപോകും. പക്ഷേ അമ്മേ, ഞാൻ മിസ്റ്ററെക്കുറിച്ച് കേൾക്കാൻ വന്നതല്ല. നിങ്ങളുടെ ഭാഗ്യം ഇപ്പോഴും സംശയത്തിലാണ്. ഞാൻ നിങ്ങളുടെ മുഖം പരിശോധിച്ചപ്പോൾ ഒരു ലക്ഷണം മറ്റൊന്നിന് വിരുദ്ധമായിരുന്നു. വിധി നിങ്ങൾക്കൊരളവ് സന്തോഷം നൽകിയിട്ടുണ്ട്, അതെനിക്കറിയാം. ഇന്ന് വൈകുന്നേരം ഇവിടെ വരുന്നതിനു മുമ്പ് എനിക്കതറിയാമായിരുന്നു. അവൾ അത് നിങ്ങൾക്കായി ഒരു വശത്ത് ശ്രദ്ധാപൂർവം വെച്ചിട്ടുണ്ട്. ഞാൻ അവളെ അത് ചെയ്യുന്നത് കണ്ടു. കൈ നീട്ടി അതെടുക്കുന്നത് നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങളങ്ങനെ ചെയ്യുമോ എന്നതാണ് ഞാൻ പഠിക്കുന്ന പ്രശ്നം. അവൾ എന്റെ നേരെ കുനിഞ്ഞില്ല.
പകരം കസേരയിൽ ചാരിയിരുന്ന് നോക്കുക മാത്രം ചെയ്തു. ഞാൻ മുട്ടുകുത്തി. അവൾ എന്റെ നേരെ കുനിഞ്ഞില്ല. പകരം കസേരയിൽ ചാരിയിരുന്ന് നോക്കുക മാത്രം ചെയ്തു. അവൾ പിറുകൊടുക്കാൻ തുടങ്ങി. കണ്ണുകളിൽ ജ്വാല മിന്നുന്നു. കണ്ണ് മഞ്ഞുതുള്ളി പോലെ തിളങ്ങുന്നു. അത് മൃദുവായും വികാരഭരിതമായും കാണപ്പെടുന്നു. അത് എന്റെ ജൽപ്പനങ്ങളെ നോക്കി പുഞ്ചിരിക്കുന്നു. അത് സംവേദനക്ഷമമാണ്. അതിന്റെ തെളിഞ്ഞ മണ്ഡലത്തിലൂടെ ഓരോ ഭാവങ്ങളും കടന്നുപോകുന്നു. അത് പുഞ്ചിരിക്കാതിരിക്കുമ്പോൾ സങ്കടപ്പെടുന്നു. കൺപോളകളിൽ അബോധപൂർവമായ ഒരു തളർച്ച അനുഭവപ്പെടുന്നു. അത് ഏകാന്തതയിൽ നിന്നുള്ള വിഷാദത്തെ സൂചിപ്പിക്കുന്നു. അതെന്നിൽ നിന്ന് മുഖം തിരിക്കുന്നു. കൂടുതൽ പരിശോധന അത് അനുവദിക്കില്ല. ഞാൻ ഇതിനകം കണ്ടെത്തിയ സത്യങ്ങളെ ഒരു പരിഹാസനോട്ടത്തിലൂടെ അത് നിഷേധിക്കുന്നതായി തോന്നുന്നു. വികാരപരതയുടെയും സങ്കടത്തിന്റെയും ആരോപണങ്ങളെ അത് തള്ളിക്കളയുന്നു. അതിന്റെ അഭിമാനവും കരുതലും എന്റെ അഭിപ്രായത്തെ ശരിവയ്ക്കുക മാത്രമാണ് ചെയ്യുന്നത്. വായയെ സംബന്ധിച്ചിടത്തോളം അത് ചിലപ്പോൾ ചിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. തലച്ചോറ് ചിന്തിക്കുന്നതെല്ലാം പങ്കുവയ്ക്കാൻ അത് തയ്യാറാണ്. എങ്കിലും ഹൃദയം അനുഭവിക്കുന്ന പല കാര്യങ്ങളിലും അത് നിശബ്ദത പാലിക്കുമെന്നെനിക്ക് ഉറപ്പുണ്ട്. ചലനാത്മകവും വഴക്കമുള്ളതുമായത് ഏകാഗ്രതയിൽ നിത്യമായ നിശബ്ദതയിൽ ഒതുങ്ങാൻ ഉദ്ദേശിച്ചുള്ളതല്ല. അതൊരുപാട് സംസാരിക്കേണ്ടതും പലപ്പോഴും പുഞ്ചിരിക്കേണ്ടതുമായ ഒരു വായയാണ്. അതിന് സംസാരിക്കാൻ മനുഷ്യസ്നേഹം ആവശ്യമാണ്. നെറ്റിയിലല്ലാതെ ശുഭകരമായ ഒരു പരിസമാപ്തിക്ക് മറ്റൊരു ശത്രുവിനെയും ഞാൻ കാണുന്നില്ല. ആ നെറ്റി ഇപ്രകാരം പറയുന്നു: ആത്മാഭിമാനവും സാഹചര്യങ്ങളും ആവശ്യപ്പെടുകയാണെങ്കിൽ എനിക്കൊറ്റയ്ക്ക് ജീവിക്കാൻ കഴിയും. ആനന്ദം വാങ്ങാൻ എന്റെ ആത്മാവിനെ വിൽക്കേണ്ടതില്ല. നെറ്റി പ്രഖ്യാപിക്കുന്നു. യുക്തി ഉറച്ചു നിൽക്കുകയും കടിഞ്ഞാൻ പിടിക്കുകയും ചെയ്യുന്നു. വികാരങ്ങൾ പൊട്ടിത്തെറിച്ച് തന്നെ വന്യമായ ഗർത്തങ്ങളിലേക്ക് അവൾ അനുവദിക്കില്ല. വികാരങ്ങൾ യഥാർത്ഥ വിജാതീയരെ പോലെ രോഷാകുലരായേക്കാം. ആഗ്രഹങ്ങൾ പലതരം വ്യർത്ഥമായ കാര്യങ്ങൾ സങ്കൽപ്പിച്ചേക്കാം. എന്നാൽ എല്ലാ തർക്കങ്ങളിലും വിധിക്ക് തന്നെയായിരിക്കും അവസാനവാക്ക്. എല്ലാ തീരുമാനങ്ങളിലും നിർണായക വോട്ട്. നന്നായി പറഞ്ഞു നെറ്റിയെ. നിന്റെ പ്രഖ്യാപനം മാനിക്കപ്പെടും. ഞാൻ എന്റെ പദ്ധതികൾ രൂപീകരിച്ചിട്ടുണ്ട്. അവ ശരിയായ പദ്ധതികളാണെന്ന് ഞാൻ കരുതുന്നു. അവയിൽ ഞാൻ മനസാക്ഷിയുടെ ആവശ്യങ്ങളും യുക്തിയുടെ ഉപദേശങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ട്. വാഗ്ദാനം ചെയ്യപ്പെട്ട ആനന്ദത്തിന്റെ പാത്രത്തിൽ ഒരു തുള്ളി അപമാനമോ പശ്ചാത്താപത്തിന്റെ ഒരു രുചിയോ കണ്ടെത്തിയാൽ യൗവനം എത്ര വേഗത്തിൽ മങ്ങുമെന്നും സൗന്ദര്യം നശിക്കുമെന്നും എനിക്കറിയാം. എനിക്ക് ത്യാഗമോ സങ്കടമോ നാശമോ ആവശ്യമില്ല. അതൊന്നും എന്റെ താൽപ്പര്യമല്ല. എനിക്ക് വളർത്താനാണിഷ്ടം, നശിപ്പിക്കാനല്ല. കൃതജ്ഞത നേടാനാണ്. രക്തക്കണ്ണീരോ ഉപ്പുവെള്ളവോ ഒഴിക്കാനല്ല. എന്റെ വിളവെടുപ്പ് പുഞ്ചിരികളിലും സ്നേഹപ്രകടനങ്ങളിലും മധുരമായ അതുമതി. ഞാനൊരുതരം ഉന്മാദാവസ്ഥയിൽ പുലമ്പുകയാണെന്ന് തോന്നുന്നു. ഈ നിമിഷം അനന്തമായി നീട്ടിക്കൊണ്ടു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ എനിക്ക് ധൈര്യമില്ല. ഇതുവരെ ഞാൻ എന്നെ പൂർണ്ണമായും നിയന്ത്രിച്ചു. എന്റെ ഉള്ളിൽ ഞാൻ സത്യം ചെയ്തതുപോലെ ഞാൻ പ്രവർത്തിച്ചു. എന്നാൽ കൂടുതൽ മുന്നോട്ടു പോകുന്നത് എന്റെ ശക്തിക്കപ്പുറമായേക്കാം. ഞാൻ എവിടെയായിരുന്നു? ഞാൻ ഉണർന്നിരിക്കുകയാണോ അതോ ഉറങ്ങുകയാണോ? ഞാൻ സ്വപ്നം കാണുകയായിരുന്നോ? ഞാൻ ഇപ്പോഴും സ്വപ്നം കാണുകയാണോ? ആ വൃദ്ധയുടെ ശബ്ദം മാറിയിരിക്കുന്നു. അവളുടെ ഉച്ചാരണവും ആംഗ്യങ്ങളും എല്ലാം എനിക്ക് പരിചിതമായിരുന്നു. കണ്ണാടിയിലെ എന്റെ സ്വന്തം മുഖം പോലെ, എന്റെ സ്വന്തം നാവിലെ സംസാരം പോലെ. ഞാൻ എഴുന്നേറ്റു, പക്ഷേ പോയില്ല. ഞാൻ നോക്കി. ഞാൻ തീയൊന്നിളക്കിവിട്ടു. വീണ്ടും നോക്കി. പക്ഷേ അവൾ തന്റെ ബോണറ്റും കെട്ടും മുഖത്തിനു ചുറ്റും മുറുക്കി വീണ്ടും എന്നോട് പോകാൻ ആംഗ്യം കാണിച്ചു. തീജ്വാല അവളുടെ നീട്ടിയ കയ്യെ പ്രകാശിപ്പിച്ചു. ഇപ്പോൾ ഉണർന്ന് കാര്യങ്ങൾ കണ്ടെത്താനുള്ള ജാഗ്രതയോടെ ഞാൻ പെട്ടെന്ന് ആ കൈ ശ്രദ്ധിച്ചു. അതെന്റെ കയ്യെപ്പോലെ തന്നെയായിരുന്നു. വാർദ്ധക്യത്തിന്റെ ചുളിഞ്ഞ കൈയല്ല. അത് മിനുസമായ വിരലുകളുള്ള ഉരുണ്ടതും വഴക്കമുള്ളതുമായ ഒന്നായിരുന്നു. ചെറിയ വിരലിൽ ഒരു വലിയ മോതിരം തിളങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ മുന്നോട്ട് കുനിഞ്ഞ് അത് നോക്കി. 100 തവണ മുൻപ് കണ്ടിട്ടുള്ള ഒരു രത്നം ഞാൻ കണ്ടു. പിന്നെ മിസ്റ്റർ, പക്ഷെ നന്നായി ചെയ്തുവല്ലേ? ഞാൻ ഏത് കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത്? അല്ല, വിവരിക്കാനാവാത്ത ഒന്ന്. ചുരുക്കത്തിൽ നിങ്ങൾ എന്നെക്കൊണ്ട് കാര്യങ്ങൾ പറയിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അല്ലെങ്കിൽ കുടിക്കാൻ. എന്നെക്കൊണ്ട് അസംബന്ധം പറയിപ്പിക്കാൻ നിങ്ങൾ അസംബന്ധം പറയുകയായിരുന്നു. എല്ലാം ഒന്നുകൂടി ആലോചിച്ചു നോക്കാതെ എനിക്ക് പറയാൻ കഴിയില്ല. ഞാൻ ചിന്തിച്ചു. മൊത്തത്തിൽ നോക്കിയാൽ ഞാൻ ജാഗ്രത പാലിച്ചിരുന്നു എന്നെനിക്ക് തോന്നി. അതൊരാശ്വാസമായിരുന്നു. എങ്കിലും ആ കൂടിക്കാഴ്ചയുടെ തുടക്കം മുതൽ തന്നെ ഞാൻ ജാഗ്രതയിലായിരുന്നു. എന്തോ ഒരു വേഷപ്പകർച്ച ഞാൻ സംശയിച്ചിരുന്നു. നാടോടികളും ലക്ഷണം പറയുന്നവരും ഈ വൃദ്ധയെപ്പോലെയല്ല സംസാരിക്കാറുള്ളതെന്ന് എനിക്കറിയാമായിരുന്നു. കൂടാതെ അവളുടെ കൃത്രിമമായ ശബ്ദവും മുഖം മറയ്ക്കാനുള്ള വെമ്പലവും ഞാൻ ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ എന്റെ മനസ്സ് ഗ്രേസ് പൂളിനെക്കുറിച്ചായിരുന്നു ചിന്തിച്ചിരുന്നത്. ഞാൻ കരുതിയതുപോലെ ആ ജീവിക്കുന്ന പ്രഹേളികയെക്കുറിച്ച്, രഹസ്യങ്ങളുടെ രഹസ്യത്തെക്കുറിച്ച്. ഞാൻ ഒരിക്കലും മിസ്റ്റർ ശരി, അദ്ദേഹം പറഞ്ഞു. നീ എന്താണ് ആലോചിക്കുന്നത്? അത്ഭുതവും സ്വയം അഭിനന്ദനവുമാണ് സാർ. ഞാൻ അധികനേരം നിൽക്കാതിരിക്കുന്നതാണ് നല്ലത് സാർ. സമയം ഏകദേശം 11 മണിയായിട്ടുണ്ടാകും. ഓ മിസ്റ്റർ, നിങ്ങൾക്കറിയാമോ? ഇല്ല. അതാരായിരിക്കും? അവൻ അത് ചെയ്തെന്നോ? മിസ്റ്റർ റോച്ചസ്റ്റർ എന്റെ അടുത്ത് നിൽക്കുകയായിരുന്നു. എന്നെ ഒരു കസേരയിലേക്ക് നയിക്കാനെന്ന പോലെ അദ്ദേഹം എന്റെ കൈ പിടിച്ചു. അദ്ദേഹം ഇരുന്നു. എന്നെയും അദ്ദേഹത്തിന്റെ അടുത്തിരുത്തി. നന്ദി സാർ. ഞാൻ പോയി. മിസ്റ്റർ റോച്ചസ്റ്റർ പറഞ്ഞതുപോലെ എല്ലാവരും ഡൈനിംഗ് റൂമിൽ അത്താഴം കഴിക്കുകയായിരുന്നു. അവർ മേശയ്ക്ക് ചുറ്റും ഇരിക്കുകയായിരുന്നില്ല.
അത്താഴം സൈഡ് ബോർഡിൽ ഒരുക്കിയിരുന്നു. ഓരോരുത്തരും തങ്ങൾക്കിഷ്ടമുള്ളതെടുത്ത് പ്ലേറ്റുകളും ഗ്ലാസുകളും കൈയിലേന്തി പല സംഘങ്ങളായി അവിടെയും ഇവിടെയുമായി നിന്നു. എല്ലാവരും അതീവ സന്തോഷത്തിലാണെന്ന് തോന്നി. ചിരിയും സംസാരവും എല്ലായിടത്തും സജീവമായിരുന്നു. മിസ്റ്റർ മേസൺ തീ കായുന്ന സ്ഥലത്തിനടുത്ത് നിന്ന് കേണലിനോടും മിസസ് ഡെന്റിനോടും സംസാരിക്കുകയായിരുന്നു. മറ്റാരെയും പോലെ അദ്ദേഹവും സന്തോഷവാനായി കാണപ്പെട്ടു. മിസ്റ്റർ റോച്ചസ്റ്ററിന്റെ മുഖത്തെ വിളർച്ച മാറി. അദ്ദേഹം വീണ്ടും ദൃഢനിശ്ചയമുള്ളവനും ഗൗരവക്കാരനുമായി കാണപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അതിലെ ഉള്ളടക്കം കുടിക്കുകയും അതെനിക്ക് തിരികെ നൽകുകയും ചെയ്തു. അദ്ദേഹം ചെറുതായി പുഞ്ചിരിച്ചു. പക്ഷെ ഞാൻ അവരുടെ അടുത്തേക്ക് ചെല്ലുകയും അവർ എന്നെ തണുത്ത മട്ടിൽ നോക്കുകയും പരസ്പരം പരിഹാസത്തോടെ മന്ത്രിക്കുകയും പിന്നെ ഓരോരുത്തരായി എന്നെ വിട്ടുപോവുകയും ചെയ്താൽ അപ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പോൾ മുറിയിലേക്ക് തിരിച്ചു പോകൂ. നിശബ്ദമായി മൈസന്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിന്റെ ചെവിയിൽ മിസ്റ്റർ എന്ന് മന്ത്രിക്കൂ. ഞാൻ അദ്ദേഹത്തിന്റെ കൽപ്പന അനുസരിച്ചു. ഞാൻ അവർക്കിടയിലൂടെ നേരെ നടന്നപ്പോൾ എല്ലാവരും എന്നെ ഉറ്റുനോക്കി. ഞാൻ മിസ്റ്റർ അന്വേഷിച്ചു. വൈകിയ വേളയിൽ ഞാൻ കിടക്കയിൽ കിടന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ അതിഥികൾ അവരുടെ മുറികളിലേക്ക് പോകുന്നത് ഞാൻ കേട്ടു. ഞാൻ മിസ്റ്റർ തിരിച്ചറിഞ്ഞു. അദ്ദേഹം സന്തോഷത്തോടെ സംസാരിച്ചു. ആ ഉന്മേഷകരമായ സ്വരം എന്റെ മനസ്സിന് ആശ്വാസം നൽകി. ഞാൻ പെട്ടെന്ന് തന്നെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അധ്യായം 20. ഞാൻ സാധാരണ ചെയ്യാറുള്ളതുപോലെ എന്റെ ജനൽവിരികൾ വലിച്ചിടാനും ജനൽമറ താഴ്ത്തിയിടാനും മറന്നുപോയിരുന്നു. അതിന്റെ ഫലമായി പൂർണ്ണചന്ദ്രൻ ഉദിച്ചുയർന്ന് രാത്രി തെളിഞ്ഞതായിരുന്നു. എന്റെ ജനലിനെതിരെയുള്ള ആകാശഭാഗത്തെത്തിയപ്പോൾ മറയില്ലാത്ത ചില്ലുകളിലൂടെ എന്നെ നോക്കിയ ആ പ്രകാശപൂർണമായ നോട്ടം എന്നെ ഉണർത്തി. അർദ്ധരാത്രിയിൽ ഉണർന്നപ്പോൾ വെള്ളിനിറത്തിൽ സ്ഫടികം പോലെ തെളിഞ്ഞ ആ ചന്ദ്രബിംബത്തിലേക്ക് ഞാൻ കണ്ണു തുറന്നു. ദൈവമേ! എന്റെ നാഡിമിടിപ്പ് നിലച്ചു. ഹൃദയം സ്തംഭിച്ചു. നീട്ടിപ്പിടിച്ച എന്റെ കൈ തളർന്നുപോയി. ആ നിലവിളി നിലച്ചു. പിന്നീട് കേട്ടില്ല. തീർച്ചയായും ആ ഭയാനകമായ നിലവിളി പുറപ്പെടുവിച്ച ഏതു ജീവിയായാലും അത് പെട്ടെന്ന് ആവർത്തിക്കാൻ കഴിയില്ല. ആൻഡീസ് പർവ്വതനിരകളിലെ ഏറ്റവും വലിയ ചിറകുകളുള്ള കോണ്ടർ പക്ഷിക്കുപോലും തന്റെ കൂട്ടിലെ മേഘാവൃതമായ അന്തരീക്ഷത്തിൽ നിന്ന് ഇത്തരമൊരലർച്ച തുടർച്ചയായി 2 തവണ പുറപ്പെടുവിക്കാൻ കഴിയില്ല. അത് 3-ാം നിലയിൽ നിന്നാണ് വന്നത്. കാരണം അതെന്റെ തലയ്ക്കു മുകളിലൂടെയാണ് കടന്നുപോയത്. മുകളിൽ, അതെ, എന്റെ മുറിയുടെ മുകളിലെ മുറിയിൽ ഇപ്പോൾ ഒരു മൽപ്പിടുത്തം ഞാൻ കേട്ടു. ആ ശബ്ദത്തിൽ നിന്ന് അതൊരു മരണപ്പോരാട്ടമാണെന്ന് തോന്നി. ശ്വാസം മുട്ടിയതുപോലെയുള്ളൊരു ശബ്ദം വിളിച്ചു പറഞ്ഞു. രക്ഷിക്കൂ, രക്ഷിക്കൂ! അത് വിളിച്ചു. കാലിടറുന്നതും ചവിട്ടുന്നതുമായ ശബ്ദങ്ങൾ വന്യമായി തുടരുമ്പോൾ പലകകൾക്കും പ്ലാസ്റ്ററിനുമിടയിലൂടെ ഞാൻ തിരിച്ചറിഞ്ഞു. റോച്ചസ്റ്റർ, റോച്ചസ്റ്റർ! ഒരു മുറിയുടെ വാതിൽ തുറന്നു. ആരോ ഗാലറിയിലൂടെ ഓടുകയോ പഞ്ഞെടുക്കുകയോ ചെയ്തു. ഭയം കാരണം എന്റെ അവയവങ്ങൾ വിറയ്ക്കുന്നുണ്ടായിരുന്നെങ്കിലും ഞാൻ കുറച്ച് വസ്ത്രങ്ങൾ ധരിച്ചു. ഞാൻ എന്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. ഉറങ്ങിക്കിടന്നവരെല്ലാം ഉണർന്നു. ആശ്ചര്യപ്രകടനങ്ങളും പരിഭ്രാന്തമായ പിറുപിറുപ്പുകളും എല്ലാ മുറകളിലും മുഴങ്ങി. ഓരോ വാതിലുകളായി തുറന്നു. ഒരാൾ പുറത്തേക്ക് നോക്കി, മറ്റൊരാളും നോക്കി. ഗാലറി നിറഞ്ഞു. സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ കിടക്കകളിൽ നിന്ന് എഴുന്നേറ്റ് വന്നു. ഓ എന്നെല്ലാവരും പരിഭ്രമത്തോടെ ചോദിച്ചുകൊണ്ടിരുന്നു. ചന്ദ്രപ്രകാശമില്ലായിരുന്നെങ്കിൽ അവർ പൂർണ്ണമായ ഇരുട്ടിലായേനെ. കേണൽ ഡെന്റ് വിളിച്ചു പറഞ്ഞു. ഇവിടെ എന്ന് മറുപടി വിളിച്ചു പറഞ്ഞു. ഗാലറിയുടെ അറ്റത്തുള്ള വാതിൽ തുറന്നു. മിസ്റ്റർ റോച്ചസ്റ്റർ ഒരു മെഴുകുതിരിയുമായി മുന്നോട്ടു വന്നു. അദ്ദേഹം മുകളിലത്തെ നിലയിൽ നിന്ന് ഇറങ്ങി വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ പറഞ്ഞു. സംസാരിക്കൂ, അദ്ദേഹം വിളിച്ചു പറഞ്ഞു. ഇത് മച്ച് അഡോ എബൌട്ട് നത്തിങ് എന്ന നാടകത്തിന്റെ വെറുമൊരു പരിശീലനം മാത്രമാണ്. അദ്ദേഹം അപകടകാരിയായി തോന്നി. അദ്ദേഹത്തിന്റെ കറുത്ത കണ്ണുകളിൽ നിന്ന് തീപ്പൊരികൾ ചിതറുന്നുണ്ടായിരുന്നു. പ്രയത്നപ്പെട്ട് സ്വയം ശാന്തനാക്കുകൊണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു വേലക്കാരിക്ക് ദുസ്വപ്നം കണ്ടതാണ്, അത്രമാത്രം. അവൾ പെട്ടെന്ന് വികാരാധീനയാകുന്ന പരിഭ്രമിക്കുന്ന സ്വഭാവക്കാരിയാണ്. അവൾ തന്റെ സ്വപ്നത്തെ ഒരു പ്രേതമായിട്ടോ മറ്റോ തെറ്റിദ്ധരിച്ചു, സംശയമില്ല. പേടിച്ചു ബോധം കെട്ടതുപോലെയായി. ഇനി നിങ്ങളെല്ലാവരും നിങ്ങളുടെ മുറികളിലേക്ക് തിരിച്ചുപോകണം. വീട് ശാന്തമാകാതെ അവളെ നോക്കാൻ കഴിയില്ല. മാന്യന്മാരെ, ദയവായി സ്ത്രീകൾക്ക് മാതൃകയാകൂ. മിസ് ഇൻഗ്രാം അനാവശ്യ ഭയങ്ങളെ അതിജീവിക്കാനുള്ള കരുത്ത് നിങ്ങൾ കാണിക്കുമെന്നെനിക്കുറപ്പുണ്ട്. ആമിയും ലൂയിസയും ഒരു ജോഡി പ്രാവുകളെപ്പോലെ നിങ്ങളുടെ കൂടുകളിലേക്ക് മടങ്ങുക. അങ്ങനെ മാറി മാറിയുള്ള കൊഞ്ചിക്കലിലൂടെയും ആജ്ഞാപനത്തിലൂടെയും അദ്ദേഹം അവരെയെല്ലാം വീണ്ടും അവരുടെ മുറികൾക്കുള്ളിലാക്കി. എന്നിരുന്നാലും ഉറങ്ങാൻ വേണ്ടിയല്ല, നേരെ മറിച്ച് ഞാൻ ശ്രദ്ധയോടെ വസ്ത്രം ധരിക്കാൻ തുടങ്ങി. ആ നിലവിളിക്ക് ശേഷം ഞാൻ കേട്ട ശബ്ദങ്ങളും വാക്കുകളും മിക്കവാറും ഞാൻ മാത്രമേ കേട്ടിട്ടുണ്ടാകൂ. കാരണം അവ എന്റെ മുറിക്കു മുകളിലുള്ള മുറിയിൽ നിന്നാണ് വന്നത്. എന്നാൽ അതൊരു വേലക്കാരിയുടെ സ്വപ്നമല്ലെന്നെനിക്കുറപ്പായിരുന്നു. മിസ്റ്റർ റോച്ചസ്റ്റർ നൽകിയ വിശദീകരണം അതിഥികളെ ശാന്തരാക്കാൻ വേണ്ടി കെട്ടിച്ചമച്ചതാണെന്നും എനിക്ക് മനസ്സിലായി. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ തയ്യാറെടുക്കാനായി ഞാൻ വസ്ത്രം ധരിച്ചു. വസ്ത്രം ധരിച്ച ശേഷം നിശബ്ദമായ പറമ്പിലേക്കും വെള്ളിനിറം പടർന്ന പാടങ്ങളിലേക്കും നോക്കി എന്തിനെന്നറിയാതെ ഞാൻ ജനലിനരികിൽ കുറേ നേരം ഇരുന്നു. ഇല്ല. നിശബ്ദത തിരിച്ചുവന്നു. ഓരോ പിറുപിറുപ്പും ചലനവും ക്രമേണ നിലച്ചു. ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തോൺഫീൽഡ് ഹാൾ വീണ്ടും ഒരു മരുഭൂമി പോലെ നിശബ്ദമായി. ഉറക്കവും രാത്രിയും വീണ്ടും തങ്ങളുടെ ഭരണം ആരംഭിച്ചതായി തോന്നി. ഇതിനിടയിൽ ചന്ദ്രൻ താഴ്ന്നു. അത് അസ്തമിക്കാൻ പോവുകയായിരുന്നു. തണുപ്പിലും ഇരുട്ടിലും ഇരിക്കാൻ ഇഷ്ടപ്പെടാത്തതിനാൽ
വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ കിടക്കയിൽ കിടക്കാമെന്ന് ഞാൻ കരുതി. ഞാൻ അനുസരിച്ചു. മിസ്റ്റർ, എന്റെ ചെരുപ്പുകൾ കനം കുറഞ്ഞതായിരുന്നു. പായ വിരിച്ച തറയിലൂടെ ഒരു പൂച്ചയെപ്പോലെ നിശബ്ദമായി എനിക്ക് നടക്കാൻ കഴിഞ്ഞു. ഞാൻ മടങ്ങിപ്പോയി. വാഷ് സ്റ്റാൻഡിൽ നിന്ന് സ്പോഞ്ചും എന്റെ ഡ്രോയറിൽ നിന്ന് ലവണങ്ങളുമെടുത്ത് വീണ്ടും മുകളിലേക്ക് നടന്നു. ഞാൻ എന്റെ വിരലുകൾ അദ്ദേഹത്തിന്റെ കൈകളിൽ വെച്ചു. മിസസ് ഫെയർഫാക്സ് വീട് കാണിച്ചു തന്ന ദിവസം ഞാൻ കണ്ട ഒരു മുറി ഞാൻ ഓർത്തു. അവിടെ ചുവരുകളിൽ ചിത്രത്തുന്നലുകൾ തൂക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ചിത്രത്തുന്നലുകൾ ഒരു ഭാഗത്ത് മുകളിലേക്ക് ചുരുട്ടിവെച്ചിരുന്നു. മുമ്പ് മറയ്ക്കപ്പെട്ടിരുന്ന ഒരു വാതിൽ അവിടെ കാണാമായിരുന്നു. ആ വാതിൽ തുറന്നിരുന്നു. ഉള്ളിലെ മുറിയിൽ നിന്ന് വെളിച്ചം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു നായ പിണങ്ങുന്നതുപോലെയുള്ള മുരൾച്ചയും ശബ്ദവും ഞാൻ കേട്ടു. മിസ്റ്റർ റോച്ചസ്റ്റർ മെഴുകുതിരി താഴെ വെച്ചിട്ട് എന്നോട് പറഞ്ഞു, "ഒരു മിനിറ്റ് നിൽക്കൂ." എന്നിട്ട് അദ്ദേഹം ഉള്ളിലെ മുറിയിലേക്ക് പോയി. അദ്ദേഹം അകത്തേക്ക് കയറിയപ്പോൾ ഒരു പൊട്ടിച്ചിരി കേട്ടു. ആദ്യം ഉച്ചത്തിലായിരുന്ന അത് പിന്നീട് ഗ്രേസ് പൂളിന്റെ ആ വിചിത്രമായ ചിരിയിൽ അവസാനിച്ചു. അപ്പോൾ അവൾ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു. ഞാനൊരു വലിയ കിടക്കയുടെ മറുവശത്തേക്ക് നടന്നു. അതിന്റെ വിരികൾ മുറിയുടെ വലിയൊരു ഭാഗം മറച്ചിരുന്നു. കിടക്കയുടെ തലയ്ക്കൽ ഒരു ചാരുകസേരയുണ്ടായിരുന്നു. കോട്ടൊഴികെ ബാക്കി വസ്ത്രങ്ങൾ ധരിച്ച ഒരാൾ അതിലിരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം നിശ്ചലനായിരുന്നു. തല പിന്നിലേക്ക് ചായച്ചിരുന്നു. കണ്ണുകൾ അടഞ്ഞിരുന്നു. "മിസ്റ്റർ, മെഴുകുതിരി പിടിക്കൂ," മിസ്റ്റർ റോച്ചസ്റ്റർ പറഞ്ഞു. ഞാനത് വാങ്ങി. അദ്ദേഹം വാഷ് സ്റ്റാൻഡിൽ നിന്ന് ഒരു പാത്രം വെള്ളമെടുത്തു. "ഇത് പിടിക്കൂ," അദ്ദേഹം പറഞ്ഞു. ഞാൻ അനുസരിച്ചു. അദ്ദേഹം സ്പോഞ്ച് എടുത്ത് വെള്ളത്തിൽ മുക്കി ആ ശവം പോലെയുള്ള മുഖം നനച്ചു. അദ്ദേഹം എന്റെ സ്മെല്ലിംഗ് ബോട്ടിൽ ചോദിച്ചു വാങ്ങി. അത് മൂക്കിനടുത്തു പിടിച്ചു. മിസ്റ്റർ മേസൺ പെട്ടെന്ന് കണ്ണു തുറന്നു. അദ്ദേഹം ഞരങ്ങി. മിസ്റ്റർ പിറുപിറുത്തു. "ഛേ, ഒന്നുമില്ല, വെറുമൊരു പോരൽ മാത്രം. ഇത്രയ്ക്ക് തളരരുതു മനുഷ്യ. ധൈര്യമായിരിക്കൂ. ഞാൻ ഇപ്പോൾ തന്നെ നിനക്കായി ഒരു സർജനെ കൂട്ടിക്കൊണ്ടുവരാം. രാവിലെയാകുമ്പോഴേക്കും നിന്നെ മാറ്റാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് നിങ്ങളെ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഈ മാന്യനോടൊപ്പം ഈ മുറിയിൽ വിട്ടുപോകേണ്ടിവരും. രക്തം വരുമ്പോൾ ഞാൻ ചെയ്തതുപോലെ നിങ്ങൾ സ്പോഞ്ച് കൊണ്ട് തുടയ്ക്കണം. അദ്ദേഹത്തിന് തളർച്ച തോന്നിയാൽ ആ സ്റ്റാൻഡിലുള്ള ഗ്ലാസ് വെള്ളം ചുണ്ടുകളോട് ചേർക്കണം. ലവണങ്ങൾ മൂക്കിനടുത്ത് പിടിക്കണം." ആ പാവം മനുഷ്യൻ വീണ്ടും ഞരങ്ങി. അനങ്ങാൻ ഭയപ്പെടുന്നതുപോലെ അദ്ദേഹം തോന്നി. മരണത്തോടോ മറ്റെന്തിനോടോ ഉള്ള ഭയം അദ്ദേഹത്തെ തളർത്തിയതുപോലെ തോന്നി. മിസ്റ്റർ റോച്ചസ്റ്റർ രക്തം പുരണ്ട സ്പോഞ്ച് എന്റെ കയ്യിൽ തന്നു. അദ്ദേഹം ചെയ്തതുപോലെ ഞാനത് ഉപയോഗിക്കാൻ തുടങ്ങി. സംസാരം പാടില്ല. അദ്ദേഹം മുറിയിൽ നിന്ന് പുറത്തുപോയി. എന്തായാലും എനിക്കെന്റെ സ്ഥാനത്ത് തുടരണമായിരുന്നു. വിളറി വെളുത്ത ഈ മുഖം ഞാൻ നോക്കി നിൽക്കണം. തുറക്കാൻ അനുവാദമില്ലാത്ത നീലിച്ച നിശ്ചലമായ ഈ ചുണ്ടുകൾ. ഇപ്പോൾ അടഞ്ഞും ഇപ്പോൾ തുറന്നും മുറിയിലുടനീളം അലഞ്ഞും ഇപ്പോൾ എന്നിൽ തറച്ചുമിരിക്കുന്ന ഭയത്തിന്റെ മരവിപ്പുള്ള ഈ കണ്ണുകൾ. രക്തവും വെള്ളവും കലർന്ന പാത്രത്തിൽ ഞാൻ വീണ്ടും വീണ്ടും കൈമുക്കി ഒലിച്ചിറങ്ങുന്ന രക്തം തുടച്ചു നീക്കണം. മാറിക്കൊണ്ടിരിക്കുന്ന ഇരുട്ടും മിന്നിമറയുന്ന വെളിച്ചവും അവിടെയും ഇവിടെയും പതിക്കുമ്പോൾ അത് താടിയുള്ള വൈദ്യൻ ലൂക്കാണെന്ന് തോന്നി. ചിലപ്പോൾ സെന്റ്. ഇതിനിടയിൽ എനിക്ക് കാതോർക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യേണ്ടി വന്നു. അപ്പുറത്തെ മുറിയിലുള്ള ആ വന്യമൃഗത്തിന്റെയോ പിശാചിന്റെയോ ചലനങ്ങൾക്കായി കാതോർക്കണം. എന്നാൽ മിസ്റ്റർ, പിന്നീട് എന്റെ സ്വന്തം ചിന്തകൾ എന്നെ അലട്ടി. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഇപ്പോൾ തീയായും ഇപ്പോൾ രക്തമായും പുറത്തുവരുന്ന ഈ രഹസ്യം എന്താണ്? ഞാൻ കുനിഞ്ഞു നോക്കുന്ന ഈ മനുഷ്യൻ, സാധാരണക്കാരനായ ശാന്തനായ ഈ അപരിചിതൻ, എങ്ങനെയാണ് ഈ ഭയാനകമായ വലയിൽ അകപ്പെട്ടത്? എന്തുകൊണ്ടാണ് ആ ക്രൂരത അദ്ദേഹത്തിന് നേരെയുണ്ടായത്? ഉറങ്ങേണ്ട സമയത്ത് അദ്ദേഹം എന്തിനാണ് വീടിന്റെ ഈ ഭാഗത്ത് വന്നത്? മിസ്റ്റർ റോച്ചസ്റ്റർ അദ്ദേഹത്തിന് താഴെയാണ് മുറി നൽകിയതെന്ന് ഞാൻ കേട്ടിരുന്നു. പിന്നെ എന്തിനാണ് അദ്ദേഹം ഇവിടെ വന്നത്? ഇപ്പോൾ തനിക്ക് നേരെ നടന്ന അക്രമത്തിനു മുന്നിൽ അദ്ദേഹം ഇത്ര ശാന്തനായിരിക്കുന്നതെന്തുകൊണ്ട്? മിസ്റ്റർ റോച്ചസ്റ്റർ നിർബന്ധിച്ച ആ രഹസ്യ സ്വഭാവത്തിന് അദ്ദേഹം എന്തിനാണ് ഇത്ര നിശബ്ദമായി വഴങ്ങുന്നത്? മിസ്റ്റർ റോച്ചസ്റ്റർ എന്തിനാണ് ഈ രഹസ്യം സൂക്ഷിക്കുന്നത്? അദ്ദേഹത്തിന്റെ അതിഥി ആക്രമിക്കപ്പെട്ടു. മുമ്പൊരിക്കൽ അദ്ദേഹത്തിന്റെ സ്വന്തം ജീവന് നേരെയും ഗൂഢാലോചന നടന്നിരുന്നു. ഞാൻ വീണ്ടും വീണ്ടും മേസന്റെ വിളറിയ ചുണ്ടുകളിൽ വെള്ളമെത്തിച്ചുകൊടുത്തു. വീണ്ടും വീണ്ടും ഉന്മേഷം നൽകുന്ന ലവണങ്ങൾ അയാൾക്ക് നൽകി. എന്റെ പരിശ്രമങ്ങൾ ഫലശൂന്യമാണെന്ന് തോന്നി. ശാരീരികമോ മാനസികമോ ആയ കഷ്ടപ്പാടുകൾ, അല്ലെങ്കിൽ രക്തനഷ്ടം, അല്ലെങ്കിൽ ഇവ മൂന്നും കൂടി അയാളുടെ കരുത്തിനെ വേഗത്തിൽ തളർത്തുകയായിരുന്നു. മെഴുകുതിരി ഒടുവിൽ ഉരുകിത്തീർന്ന് അണഞ്ഞു. അതണഞ്ഞപ്പോൾ ജനൽ കട്ടനുകളുടെ അരികിലൂടെ ചാരനിറത്തിലുള്ള വെളിച്ചത്തിന്റെ വരകൾ ഞാൻ കണ്ടു. പ്രഭാതമടുത്തുവരികയായിരുന്നു. താമസിയാതെ മുറ്റത്തെ അകലെയുള്ള കൂട്ടിൽ നിന്ന് പൈലറ്റ്
ഹാർട്ട്ബീറ്റ് കുരയ്ക്കുന്നത് ഞാൻ കേട്ടു. പ്രതീക്ഷ വീണ്ടും ഉണർന്നു. അത് വെറുതെയല്ലായിരുന്നു. 5 മിനിറ്റിനുള്ളിൽ താക്കോൽ തിരിയുന്ന ശബ്ദവും വാതിൽ തുറക്കുന്നതും എന്റെ കാവൽ അവസാനിച്ചുവെന്ന് എന്നെ അറിയിച്ചു. മിസ്റ്റർ, അതിൽ സംശയമില്ല. ഇത് ഗൗരവമുള്ള ഒന്നല്ല. അയാൾ പരിഭ്രാന്തനാണ്. അയാളുടെ ആത്മവിശ്വാസം നിലനിർത്തണം. മിസ്റ്റർ റോച്ചസ്റ്റർ കട്ടിയുള്ള കർട്ടൻ മാറ്റി ബ്ലൈൻഡ് ഉയർത്തി. കിട്ടാവുന്നത്ര പകൽ വെളിച്ചം അകത്തേക്ക് കടത്തി. പ്രഭാതം എത്രത്തോളം പുരോഗമിച്ചുവെന്ന് കണ്ട് ഞാൻ അത്ഭുതപ്പെടുകയും ആശ്വസിക്കുകയും ചെയ്തു. കിഴക്കുഭാഗം എത്ര മനോഹരമായ ചുവന്ന വരകളാൽ തിളങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. ധൈര്യം. 2 ആഴ്ച കഴിഞ്ഞാൽ ഇതിന്റെ ഒരു തരി പോലും നിന്നെ ബാധിക്കില്ല. നിനക്ക് കുറച്ചു രക്തം നഷ്ടപ്പെട്ടു, അത്രമാത്രം. എനിക്കത് മനസാക്ഷിയോടെ ചെയ്യാൻ കഴിയും. ഇപ്പോൾ കെട്ടുകൾ അഴിച്ച കാർട്ടർ പറഞ്ഞു. എനിക്ക് കുറച്ചുകൂടി നേരത്തെ ഇവിടെ എത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അയാൾക്ക് ഇത്രയധികം രക്തം നഷ്ടപ്പെടില്ലായിരുന്നു. പക്ഷെ ഇതെന്താണ്? തോളിലെ മാംസം മുറിഞ്ഞതുകൂടാതെ മാന്തിക്കേറുകയും ചെയ്തിരിക്കുന്നു. അവൾ എന്നെ കടിച്ചു. അയാൾ പിറുപിറുത്തു. നീ വഴങ്ങിക്കൊടുക്കരുതായിരുന്നു. നീ അവളെ ഉടൻ തന്നെ നേരിടണമായിരുന്നു, മിസ്റ്റർ പറഞ്ഞു. മേസൻ മറുപടി നൽകി. അയാൾ വിറയലോടെ കൂട്ടിച്ചേർത്തു. ഞാൻ നിനക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അയാളുടെ സുഹൃത്തിന്റെ മറുപടി ഇതായിരുന്നു. ഞാൻ പറഞ്ഞു, അവളുടെ അടുത്തേക്ക് പോകുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന്. നീ കരുതി. അതെ, നിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് അക്ഷമ തോന്നുന്നു. എങ്കിലും നീ അനുഭവിച്ചു. എന്റെ ഉപദേശം കേൾക്കാത്തതിന് ഇനിയും അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. വേഗമാകട്ടെ. ഉടനെ വരാം സർ. തോളിലെ കെട്ട് ഇപ്പോൾ തീരും. ഞാൻ മിസ്റ്ററെ കണ്ടു. അത് അസാധ്യമല്ല. അല്പം ഊർജ്ജം സംഭരിക്കൂ മനുഷ്യ. 2 മണിക്കൂർ മുമ്പ് നീ ചത്തതിനു തുല്യമാണെന്ന് നീ കരുതി. ഇപ്പോൾ നീ ജീവനോടെ സംസാരിക്കുന്നു. കാർട്ടർ നിന്റെ കാര്യങ്ങൾ ഏകദേശം തീർത്തു. ഞാൻ നിന്നെ പെട്ടെന്നൊരുക്കിയെടുക്കാം, മിസ്റ്റർ ചോദിച്ചു. ഞങ്ങൾ നിന്നെ തന്ത്രപൂർവ്വം ഇവിടുന്ന് മാറ്റും ഡിക്ക്. അത് നിനക്കും അപ്പുറത്തുള്ള ആ പാവം ജീവനും നല്ലതാണ്. ഇത് പുറംലോകം അറിയാതിരിക്കാൻ ഞാൻ ഏറെ ശ്രമിച്ചു. ഒടുവിൽ അത് സംഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ വരൂ കാർട്ടർ. അയാളെ വെയ്സ്കോട്ട് ധരിക്കാൻ സഹായിക്കൂ. നിന്റെ രോമക്കുപ്പായം നീ എവിടെയാണ് വെച്ചത്? ഈ കൊടും തണുപ്പിൽ അതില്ലാതെ നിനക്ക് 1 മൈൽ പോലും യാത്ര ചെയ്യാൻ കഴിയില്ലെന്നെനിക്കറിയാം. ജെയിൻ, മിസ്റ്ററുടെ അടുത്തേക്ക് ഓടിപ്പോകൂ. ഇപ്പോൾ എനിക്ക് നിനക്കായി മറ്റൊരു ജോലിയുണ്ട്, എന്റെ തളരാത്ത യജമാനൻ പറഞ്ഞു. നീ വീണ്ടും എന്റെ മുറിയിലേക്ക് പോകണം. ഈ സമയത്തൊരു സന്ദേശവാഹകർ മതിയാകില്ല. അത് നന്നായി ഡോക്ടർ. ഇപ്പോൾ എന്റെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ ഞാനൊരു ഡോസ് മരുന്ന് നൽകാൻ പോകുകയാണ്. എനിക്ക് ഈ മരുന്ന് റോമിൽ വെച്ച് ഒരു ഇറ്റാലിയൻ വ്യാജവൈദ്യനിൽ നിന്നാണ് ലഭിച്ചത്. കാർട്ടർ, നീ അവനെ ചവിട്ടി പുറത്താക്കുമായിരുന്നു. ഇതെപ്പോഴും ഉപയോഗിക്കേണ്ട ഒന്നല്ല, പക്ഷേ ഇത്തരം സന്ദർഭങ്ങളിൽ ഇത് നല്ലതാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ. കുടിക്കൂ. മിസ്റ്റർ മേസൺ അനുസരിച്ചു. കാരണം എതിർക്കുന്നതിൽ അർത്ഥമില്ലെന്ന് അയാൾക്ക് തോന്നി. അയാൾ ഇപ്പോൾ വസ്ത്രം ധരിച്ചു കഴിഞ്ഞു. അയാൾ ഇപ്പോഴും വിളറിയിരുന്നു, എങ്കിലും രക്തം പുരണ്ട അവസ്ഥയിലായിരുന്നില്ല. മിസ്റ്റർ കാർട്ടർ അയാളുടെ മറ്റേ തോളിൽ താങ്ങൂ. എനിക്കിപ്പോൾ ഭേദം തോന്നുന്നു, മിസ്റ്റർ പറഞ്ഞു. നിനക്കങ്ങനെ തോന്നുമെന്നെനിക്കുറപ്പായിരുന്നു. അപ്പോഴേക്കും സമയം 5:30 സൂര്യൻ ഉദിക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷെ അടുക്കള ഇപ്പോഴും ഇരുട്ടിലും നിശബ്ദതയിലുമാണെന്ന് ഞാൻ കണ്ടു. വശത്തെ ഇടനാഴിയിലെ വാതിൽ അടച്ചിരുന്നു. ഞാനത് കഴിയുന്നത്ര ശബ്ദമില്ലാതെ തുറന്നു. മുറ്റം മുഴുവൻ ശാന്തമായിരുന്നു. പക്ഷെ കവാടങ്ങൾ തുറന്നു കിടന്നിരുന്നു. കുതിരകളെ കെട്ടിയ ഒരു വണ്ടി പുറത്ത് തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ അയാളുടെ അടുത്തേക്ക് ചെന്നു. മാന്യന്മാർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അയാൾ തലയാട്ടി. പിന്നെ ഞാൻ ശ്രദ്ധയോടെ ചുറ്റും നോക്കി ശ്രദ്ധിച്ചു. മാന്യന്മാർ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടു. മിസ്റ്റർ താങ്ങിപ്പിടിച്ച മേസൻ. അയാളെ നോക്കിക്കൊള്ളണം, മിസ്റ്റർ റോച്ചസ്റ്റർ രണ്ടാമത്തവനോട് പറഞ്ഞു. അയാൾക്ക് സുഖമാകുന്നതുവരെ നിന്റെ വീട്ടിൽ താമസിപ്പിക്കണം. അയാൾക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ ഞാൻ 1-2 ദിവസത്തിനുള്ളിൽ അങ്ങോട്ട് വരാം, മിസ്റ്റർ കൂട്ടിച്ചേർത്തു. ഇത് കഴിഞ്ഞപ്പോൾ അയാൾ സാവധാനത്തിലുള്ള ചുവടുകളോടെ തോട്ടത്തിന്റെ മതിലിലെ ഒരു വാതിലിലേക്ക് നടന്നു. അനുഭവപരിചയമില്ലായ്മയുടെ മാസ്മരികത നിന്റെ കണ്ണുകളിലുണ്ട്, അയാൾ മറുപടി നൽകി. നീ അതിനെ ഒരു മാന്ത്രിക കണ്ണിലൂടെയാണ് കാണുന്നത്. സ്വർണ്ണ പൂശിയത് വെറും ചെളിയാണെന്നും പട്ടുതുണികൾ ചിരന്തി വലകളാണെന്നും നിനക്ക് തിരിച്ചറിയാൻ കഴിയില്ല. മാർബിൾ വെറും കല്ലും മിനുക്കിയ മരങ്ങൾ വെറും ചപ്പും ചവറുമാണെന്നും നീ കാണുന്നില്ല. ആപ്പിൾ മരങ്ങളും പിയർ മരങ്ങളും ചെറി മരങ്ങളും ഒരു വശത്തും, മറുവശത്ത് സ്റ്റോക്സ്, സ്വീറ്റ് വില്യംസ്, പ്രിം റോസ്, പാൻസികൾ എന്നിവയും സദേൺ വുഡ്, സ്വീറ്റ് ബ്രയർ തുടങ്ങിയ സുഗന്ധമുള്ള ചെടികളും നിറഞ്ഞ ഒരു വഴിയിലൂടെ അയാൾ നടന്നു. ജെയിൻ, നിനക്ക് സൂര്യോദയം ഇഷ്ടപ്പെട്ടോ? ഓ അതെ. മേസൺ ഇംഗ്ലണ്ടിന് പുറത്താകുന്നതുവരെ എനിക്കത് ഉറപ്പു നൽകാൻ കഴിയില്ല. അതിനുശേഷവും ഉറപ്പില്ല. പക്ഷേ മിസ്റ്റർ മേസൺ എളുപ്പത്തിൽ നയിക്കാവുന്ന ഒരാളാണെന്ന് തോന്നുന്നു. ഓ അല്ല. എനിക്കത് ചെയ്യാൻ കഴിയുമെങ്കിൽ വിഡ്ഢിപ്പെണ്ണേ, പിന്നെ എവിടെയാണ് അപകടം? അതൊരു നിമിഷം കൊണ്ടില്ലാതാകുമായിരുന്നു. എനിക്ക് മേസനെ അറിയാവുന്നതു മുതൽ അയാൾക്ക് എന്നെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ടെന്ന കാര്യം അയാൾ അറിയാതിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ നീ ആശയക്കുഴപ്പത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കാം. കൃത്യമായും നീ അത് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കാണുന്നു. നീ എന്നെ സഹായിക്കുമ്പോഴും സന്തോഷിപ്പിക്കുമ്പോഴും നിന്റെ നടത്തത്തിലും ഭാവത്തിലും കണ്ണിലും മുഖത്തും യഥാർത്ഥ സംതൃപ്തി ഞാൻ കാണുന്നു. നീ പറയുന്നതുപോലെ ശരിയായ കാര്യങ്ങളിൽ എന്നോടൊപ്പം പ്രവർത്തിക്കുമ്പോൾ. കാരണം തെറ്റാണെന്ന് നീ കരുതുന്ന ഒരു കാര്യം ചെയ്യാൻ ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടാൽ നിന്റെ ഓട്ടത്തിന് വേഗതയുണ്ടാകില്ല, നിന്റെ പ്രവൃത്തികളിൽ ഉത്സാഹമുണ്ടാകില്ല. എന്റെ സുഹൃത്ത് അപ്പോൾ ശാന്തയായും വിളറിയും എന്നോട് പറയും,
ഇല്ല സർ, അത് അസാധ്യമാണ്. അത് തെറ്റായതുകൊണ്ട് എനിക്കത് ചെയ്യാൻ കഴിയില്ല. എന്നിട്ട് ഒരു നക്ഷത്രത്തെ പോലെ ഉറച്ചു നിൽക്കും. മിസ്റ്റർ മെയ്സനെക്കുറിച്ച് നിങ്ങൾക്കിനി ഭയപ്പെടാനില്ലെങ്കിൽ ദൈവം അത് സാധിച്ചു തരട്ടെ. മതിലിലെ ഒരു കമാനമായിരുന്നു ആ കുടിൽ. അതിൽ വള്ളിച്ചെടികൾ പടർന്നു പന്തലിച്ചിരുന്നു. അവിടെ ഒരു ഇരിപ്പിടമുണ്ടായിരുന്നു. മിസ്റ്റർ, ഇരിക്കൂ, അയാൾ പറഞ്ഞു. ഈ ബെഞ്ചിൽ 2 പേർക്കിരിക്കാൻ സ്ഥലമുണ്ട്. എന്റെ അടുത്തിരിക്കാൻ നിനക്ക് മടിയൊന്നുമില്ലല്ലോ. എങ്കിൽ ജെയിൻ, നിന്റെ ഭാവനയൊന്നുണർത്തു. നീ നല്ല രീതിയിൽ വളർന്ന ഒരു പെൺകുട്ടിയല്ലെന്നും കുട്ടിക്കാലം മുതൽ തന്നിഷ്ടത്തിന് വളർന്ന ഒരു ആൺകുട്ടിയാണെന്നും കരുതുക. നീ ദൂരെയുള്ള ഒരു വിദേശ രാജ്യത്താണെന്ന് സങ്കൽപ്പിക്കുക. അവിടെ വെച്ച് നീയൊരു വലിയ തെറ്റു ചെയ്യുന്നു. അതെങ്ങനെയുള്ളതാണെന്നോ എന്തിനാണെന്നോ ഉള്ളത് പ്രസക്തമല്ല. പക്ഷേ അതിന്റെ പ്രത്യാഘാതങ്ങൾ നിന്റെ ജീവിതകാലം മുഴുവൻ നിന്നെ വേട്ടയാടുകയും നിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുകയും ചെയ്യുന്നു. ശ്രദ്ധിക്കൂ, ഞാനൊരു കുറ്റകൃത്യത്തെക്കുറിച്ചല്ല പറയുന്നത്. രക്തം ചിന്തുന്നതിനെക്കുറിച്ചോ നിയമത്തിനു മുന്നിൽ കുറ്റവാളിയാക്കുന്ന പ്രവൃത്തിയെക്കുറിച്ചോ അല്ല ഞാൻ സംസാരിക്കുന്നത്. എന്റെ വാക്ക് തെറ്റ് എന്നാണ്. നീ ചെയ്ത കാര്യത്തിന്റെ ഫലങ്ങൾ കാലക്രമേണ നിനക്ക് താങ്ങാൻ കഴിയാത്തതാകുന്നു. നീ അതിൽ നിന്ന് മോചനം നേടാൻ ശ്രമിക്കുന്നു. അസാധാരണമായ വഴികൾ, പക്ഷേ അവ നിയമവിരുദ്ധമോ തെറ്റോ അല്ല. എങ്കിലും നീ ദുഃഖിതനാണ്. കാരണം ജീവിതത്തിന്റെ അതിരുകളിൽ വെച്ച് പ്രതീക്ഷ നിന്നെ കൈവിട്ടിരിക്കുന്നു. നിന്റെ ഉച്ചസൂര്യൻ ഗ്രഹണത്താൽ ഇരുളുന്നു. അത് അസ്തമയം വരെ മാറില്ലെന്ന് നിനക്ക് തോന്നുന്നു. കൈപ്പേറിയ ഓർമ്മകൾ മാത്രമാണ് നിന്റെ മനസ്സിലുള്ളത്. നീ പ്രവാസത്തിൽ വിശ്രമം തേടി അലയുന്നു. സന്തോഷത്തിനായി, അതായത് ഹൃദയമില്ലാത്ത ഇന്ദ്രിയപരമായ സുഖങ്ങളിൽ. അത് ബുദ്ധിയെ മന്ദിപ്പിക്കുകയും വികാരങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഹൃദയം തളർന്ന് വർഷങ്ങളോളം നീണ്ട പ്രവാസത്തിനു ശേഷം നീ നാട്ടിലേക്ക് മടങ്ങുന്നു. നീ ഒരു പുതിയ വ്യക്തിയെ പരിചയപ്പെടുന്നു. എങ്ങനെയെന്നോ എവിടെയെന്നോ പ്രസക്തമല്ല. 20 വർഷമായി നീ തിരഞ്ഞുകൊണ്ടിരുന്ന എന്നാൽ ഇതുവരെ കാണാത്ത നല്ല ഗുണങ്ങൾ ആ അപരിചിതനിൽ നീ കണ്ടെത്തുന്നു. അവയെല്ലാം പുതിയതും ആരോഗ്യകരവുമാണ്. അത്തരമൊരു സൗഹൃദം നിന്നെ പുനരുജ്ജീവിപ്പിക്കുന്നു. നല്ല ദിവസങ്ങൾ തിരിച്ചുവരുന്നതായി നിനക്ക് തോന്നുന്നു. ഉയർന്ന ആഗ്രഹങ്ങൾ, ശുദ്ധമായ വികാരങ്ങൾ. നിന്റെ ജീവിതം വീണ്ടും തുടങ്ങാനും ബാക്കിയുള്ള ദിവസങ്ങൾ ഒരു ഉത്തമ മനുഷ്യനെപ്പോലെ ജീവിക്കാനും നീ ആഗ്രഹിക്കുന്നു. അയാൾ ഒരു മറുപടിക്കായി കാത്തുനിന്നു. ഞാൻ എന്തു പറയണമായിരുന്നു? ഉചിതമായ ഒരു മറുപടി നൽകാൻ ഏതെങ്കിലും നല്ല ആത്മാവ് സഹായിച്ചിരുന്നെങ്കിൽ. വെറുതെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. വീണ്ടും മിസ്റ്റർ, സർ, ഞാൻ മറുപടി നൽകി. ഒരു സഞ്ചാരിയുടെ വിശ്രമമോ പാപിയുടെ പശ്ചാത്താപമോ ഒരിക്കലും മറ്റൊരു മനുഷ്യനെ ആശ്രയിച്ചായിരിക്കരുത്. പക്ഷേ ഉപകരണം ദൈവമാണ് പ്രവൃത്തി ചെയ്യുന്നത്. അവൻ ഉപകരണം നിശ്ചയിക്കുന്നു. ഞാൻ തന്നെ ഒരു ഉപമയുമില്ലാതെ ഞാൻ നിങ്ങളോട് പറയുന്നു. ലൗകികനും ദുർമാർഗിയും അസ്വസ്ഥനുമായൊരു മനുഷ്യനായിരുന്നു. എന്റെ രോഗശാന്തിക്കുള്ള ഉപകരണം ഞാൻ കണ്ടെത്തിയിരിക്കുന്നത് ഇതിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം നിർത്തി. പക്ഷികൾ പാടിക്കൊണ്ടിരുന്നു. ഇലകൾ മൃദുവായി മർമ്മരമുഴക്കി. വെളിപ്പെടുത്താൻ പോകുന്ന ആ രഹസ്യം കേൾക്കാൻ അവർ തങ്ങളുടെ പാട്ടുകളും മർമ്മരങ്ങളും നിർത്തിയില്ലല്ലോ എന്ന് ഞാൻ ഏതാണ്ട് അത്ഭുതപ്പെട്ടു. എന്നാൽ അവർക്ക് മിനിറ്റുകളോളം കാത്തിരിക്കേണ്ടി വരുമായിരുന്നു. അത്രത്തോളം ആ നിശബ്ദത നീണ്ടുനിന്നു. നിങ്ങളെ ശപിക്കാനോ? വാക്കിന് സ്ഥിരീകരണമായി കൈകുലുക്കുക. എന്തു തണുത്ത വിരലുകൾ! ആ നിഗൂഢമായ മുറിയുടെ വാതിലിനു മുന്നിൽ വെച്ച് ഞാൻ അവയിൽ സ്പർശിച്ചപ്പോൾ ഇന്നലെ രാത്രി അവയ്ക്ക് കൂടുതൽ ചൂടുണ്ടായിരുന്നു. ഉദാഹരണത്തിന്, എന്റെ വിവാഹത്തിന് തലേ ദിവസം രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിയില്ലെന്ന് എനിക്കുറപ്പാണ്. എനിക്ക് കൂട്ടിരിക്കാൻ എന്റെ കൂടെ ഉണർന്നിരിക്കുമെന്ന് നിങ്ങൾ വാഗ്ദാനം ചെയ്യുമോ? ഒരു കരുത്തുറ്റവൾ, യഥാർത്ഥത്തിൽ കരുത്തുറ്റവൾ, ജെയിൻ. വലിയവളും തവിട്ടുനിറമുള്ളവളും പുഷ്ടിയുള്ളവളും കാർത്തേജിലെ സ്ത്രീകൾക്കുണ്ടായിരുന്നതുപോലെയുള്ള മുടിയുള്ളവൾ. എന്റെ ദൈവമേ, കുതിരലായത്തിൽ ഡെന്റും ലിന്നും ഉണ്ടല്ലോ. അധ്യായം 21. മുൻകൂട്ടിയുള്ള തോന്നലുകൾ വിചിത്രമായ കാര്യങ്ങളാണ്. സഹാനുഭൂതികളും അടയാളങ്ങളും അങ്ങനെ തന്നെ. ഇവ മൂന്നും ചേരുമ്പോൾ മനുഷ്യരാശിക്ക് ഇതുവരെ താക്കോൽ കണ്ടെത്താനാകാത്ത ഒരു രഹസ്യമായി മാറുന്നു. എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മുൻകൂട്ടിയുള്ള തോന്നലുകളെ പരിഹസിച്ചിട്ടില്ല. കാരണം എനിക്ക് തന്നെ അത്തരം വിചിത്രമായ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. സഹാനുഭൂതികൾ നിലനിൽക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉദാഹരണത്തിന്, ദൂരെയുള്ള ദീർഘകാലമായി കാണാത്ത പൂർണ്ണമായും അകന്നുപോയ ബന്ധുക്കൾക്കിടയിൽ, അവരുടെ അകൽച്ചയ്ക്കിടയിലും തങ്ങൾ ഉത്ഭവിച്ച സ്രോതസ്സിന്റെ ഏകത്വം ഉറപ്പിച്ചു പറയുന്നവർ. അവയുടെ പ്രവർത്തനം മനുഷ്യബുദ്ധിക്ക് അതീതമാണ്. ഞാൻ 6 വയസ്സുള്ള ഒരു ചെറിയ പെൺകുട്ടിയായിരുന്നപ്പോൾ ഒരു രാത്രി ബെസ്സി ലീവൻ മാർത്ത അബോട്ടിനോട് പറയുന്നത് ഞാൻ കേട്ടു. താനൊരു കൊച്ചുകുട്ടിയെക്കുറിച്ച് സ്വപ്നം കണ്ടുവെന്ന്. കുട്ടികളെ സ്വപ്നം കാണുന്നത് തനിക്കോ തന്റെ ബന്ധുക്കൾക്കോ വരാനിരിക്കുന്ന കഷ്ടപ്പാടിന്റെ ഉറപ്പായ അടയാളമാണെന്ന്. ആ വാക്കുകൾ എന്റെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞുപോകുമായിരുന്നു.
എന്നാൽ ഉടനെ തന്നെ ഉണ്ടായ ഒരു സംഭവം അതവിടെ മായാതെ പതിപ്പിച്ചു. അടുത്ത കാലത്തായി ഞാൻ ഈ വാക്കും ഈ സംഭവവും പലപ്പോഴും ഓർക്കാറുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ഒരാഴ്ചയായി മിക്കവാറും എല്ലാ രാത്രികളിലും ഒരു കൊച്ചുകുട്ടിയെ സ്വപ്നം കാണാതെ ഞാൻ ഉറങ്ങിയിട്ടില്ല. ചിലപ്പോൾ ഞാനതിനെ എന്റെ കൈകളിൽ താരാട്ടുമായിരുന്നു, ചിലപ്പോൾ എന്റെ മടിയിലിരുത്തി താലോലിക്കുമായിരുന്നു, ചിലപ്പോൾ പുൽത്തകിടിയിലെ ഡെയ്സി പൂക്കൾക്കിടയിൽ കളിക്കുന്നത് നോക്കി നിൽക്കുമായിരുന്നു, അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ കൈകളിട്ട് കളിക്കുന്നത് കാണുമായിരുന്നു. ഒരേ ആശയത്തിന്റെ ഈ ആവർത്തനം, ഒരേ ചിത്രത്തിന്റെ ഈ വിചിത്രമായ ആവർത്തനം എനിക്കിഷ്ടപ്പെട്ടില്ല. ഉറക്കസമയം അടുക്കുംതോറും ആ ദർശനത്തിന്റെ സമയം അടുത്തുവരുന്നത് എന്നെ പരിഭ്രാന്തയാക്കി. ആ ചന്ദ്രപ്രകാശമുള്ള രാത്രിയിൽ നിലവിളി കേട്ട് ഞാൻ ഉണർന്നത് ഈ കുഞ്ഞു പ്രേതവുമായുള്ള സഹവാസത്തിൽ നിന്നായിരുന്നു. പിറ്റേന്ന് ഉച്ച കഴിഞ്ഞാണ് മിസ്സിസ് ഫെയർഫാക്സിന്റെ മുറിയിൽ ആരോ എന്നെ കാണാൻ വന്നിട്ടുണ്ടെന്ന സന്ദേശവുമായി താഴേക്ക് വിളിക്കപ്പെട്ടത്. മിസ്സിനെന്നെ ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ അകത്തേക്ക് കടന്നപ്പോൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. പക്ഷെ എന്റെ പേര് ലീവൻ എന്നാണ്. ഞാൻ മിസ്സിന്റെ കൂടെ വണ്ടിക്കാരനായി ജോലി ചെയ്തിരുന്നു. ഓ റോബർട്ട്, സുഖമാണോ? എനിക്ക് നിങ്ങളെ നന്നായി ഓർമ്മയുണ്ട്. മിസ് ജോർജിയാനയുടെ കുതിരപ്പുറത്ത് നിങ്ങൾ എനിക്ക് സവാരി തരുമായിരുന്നു. ബെസിക്ക് എങ്ങനെയുണ്ട്? ആരെങ്കിലും മരിച്ചോ? ഞാൻ അദ്ദേഹത്തിന്റെ കറുത്ത വസ്ത്രം നോക്കി ചോദിച്ചു. അദ്ദേഹം തന്റെ തുപ്പിയിലെ കറുത്ത തുണിയിലേക്ക് നോക്കി മറുപടി പറഞ്ഞു. മിസ്റ്റർ, നന്നായി പോകുന്നു. ഇതിലും മോശമായി ഒന്നും സംഭവിക്കാനില്ല. ഏറ്റവും മോശപ്പെട്ട പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമിടയിൽ അദ്ദേഹം തന്റെ ആരോഗ്യവും സ്വത്തും നശിപ്പിച്ചു. അദ്ദേഹം കടക്കെണിയിലാവുകയും ജയിലിലാവുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ അമ്മ 2 തവണ അദ്ദേഹത്തെ സഹായിച്ചു. പക്ഷെ മോചിതനായ ഉടൻ തന്നെ അദ്ദേഹം തന്റെ പഴയ കൂട്ടുകാരിലേക്കും ശീലങ്ങളിലേക്കും മടങ്ങിപ്പോയി. അദ്ദേഹത്തിന്റെ മനസ്സ് അത്ര ശക്തമായിരുന്നില്ല. കൂടെയുണ്ടായിരുന്ന വഞ്ചകർ ഞാൻ കേട്ടിട്ടുള്ളതിനേക്കാൾ അധികമായി അദ്ദേഹത്തെ വിഡ്ഢിയാക്കി. ഏകദേശം 3 ആഴ്ച മുമ്പ് അദ്ദേഹം ഗേറ്റ്സ് ഹെഡിൽ വന്ന് മിസ്സിസിനോടെല്ലാം തനിക്ക് വിട്ടുകൊടുക്കാൻ ആവശ്യപ്പെട്ടു. മിസ്സിസ് വിസമ്മതിച്ചു. അവരുടെ ധൂർത്ത് കാരണം അവരുടെ സമ്പാദ്യം പണ്ടേ കുറഞ്ഞിരുന്നു. അതിനാൽ അദ്ദേഹം തിരിച്ചുപോയി. പിന്നീട് കേട്ട വാർത്ത അദ്ദേഹം മരിച്ചു എന്നാണ്. ഞാൻ നിശബ്ദയായി. ആ വാർത്ത ഭയാനകമായിരുന്നു. റോബർട്ട് ലീവൻ തുടർന്നു. മിസ്സിസ് കുറച്ചുകാലമായി അസുഖബാധിതയായിരുന്നു. അവർ വളരെ തടിച്ചിരുന്നു. പക്ഷേ അതിനനുസരിച്ചുള്ള ആരോഗ്യമുണ്ടായിരുന്നില്ല. പണം നഷ്ടപ്പെട്ടതും ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ഭയവും അവരെ പൂർണ്ണമായും തളർത്തി. മിസ്റ്റർ ജോണിന്റെ മരണത്തെക്കുറിച്ചുള്ള വിവരവും അത് സംഭവിച്ച രീതിയും പെട്ടെന്നായിരുന്നു വന്നത്. അതവർക്കൊരു പക്ഷാഘാതമുണ്ടാക്കി. 3 ദിവസം അവർ സംസാരിച്ചില്ല. എന്നാൽ കഴിഞ്ഞ ചൊവ്വാഴ്ച അവർക്കല്പം ഭേദമുണ്ടെന്ന് തോന്നി. അവരെന്തോ പറയാൻ ആഗ്രഹിക്കുന്നതുപോലെ തോന്നി. എന്റെ ഭാര്യയോട് അടയാളങ്ങൾ കാണിക്കുകയും പിറുപിറുക്കുകയും ചെയ്തു. ജെയിൻ എന്ന പേര് അവരാവർത്തിച്ചു പറഞ്ഞു. അവർക്ക് ബോധമുണ്ടോ അതോ ആ വാക്കുകൾക്കെന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് ബെസ്സിക്ക് ഉറപ്പില്ല. എങ്കിലും അവൾ മിസ് റീഡിനോടും മിസ് ജോർജിയാനയോടും അത് പറയുകയും നിങ്ങളെ വിളിക്കാൻ ഉപദേശിക്കുകയും ചെയ്തു. യുവതികൾ ആദ്യം അത് മാറ്റിവെച്ചു. പക്ഷേ അവരുടെ അമ്മ അസ്വസ്ഥയാവുകയും ജെയിൻ എന്ന പലതവണ പറയുകയും ചെയ്തപ്പോൾ ഒടുവിൽ അവർ സമ്മതിച്ചു. ഞാനും അങ്ങനെ തന്നെ കരുതുന്നു മിസ്. അതെ, ഞാൻ ഇപ്പോൾ തന്നെ അത് ചെയ്യാം. അദ്ദേഹത്തെ വേലക്കാരുടെ ഹാളിലേക്ക് അയച്ചും ജോണിന്റെ ഭാര്യയുടെയും ജോണിന്റെയും പരിചരണത്തിനേൽപ്പിച്ചും ഞാൻ മിസ്റ്ററിനെ തിരഞ്ഞുപോയി. അദ്ദേഹം താഴത്തെ മുറികളിലൊന്നുമുണ്ടായിരുന്നില്ല. മുറ്റത്തോ കുതിരലായത്തിലോ പറമ്പിലോ ഉണ്ടായിരുന്നില്ല. മിസ്സിസ് ഫെയർഫാക്സിനോട് ഞാൻ ചോദിച്ചു. അതെ, അദ്ദേഹം മിസ് ഇൻഗ്രാമിനൊപ്പം ബില്ലിയാർഡ്സ് കളിക്കുകയാണെന്ന് അവർ വിശ്വസിക്കുന്നു. ഞാൻ ബില്ലിയാർഡ്സ് മുറിയിലേക്ക് വേഗത്തിൽ നടന്നു. പന്തുകളുടെ ശബ്ദവും സംസാരവും അവിടെ മുഴങ്ങുന്നുണ്ടായിരുന്നു. മിസ്റ്റർ റോച്ചസ്റ്റർ, മിസ് ഇൻഗ്രാം, 2 മിസ് എഷ്ടന്മാർ, അവരുടെ ആരാധകർ എല്ലാവരും കളിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അത്രയും രസകരമായ ഒരു സംഘത്തെ ശല്യപ്പെടുത്താൻ കുറച്ച് ധൈര്യം ആവശ്യമായിരുന്നു. എങ്കിലും എന്റെ ആവശ്യം വൈകിപ്പിക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു. അതിനാൽ മിസ് ഇൻഗ്രാമിന്റെ അരികിൽ നിന്നിരുന്ന യജമാനന്റെ അടുത്തേക്ക് ഞാൻ ചെന്നു. മിസ് ഇൻഗ്രാം അഹങ്കാരത്തോടെ ഇപ്പോൾ എന്താണ് എന്ന ഭാവത്തിൽ എന്നെ നോക്കി. ഞാൻ താഴ്ന്ന സ്വരത്തിൽ മിസ്റ്റർ റോച്ചസ്റ്റർ എന്ന് പറഞ്ഞപ്പോൾ എന്നെ അവിടെ നിന്ന് പറഞ്ഞുവിടാൻ ആഗ്രഹിക്കുന്നതുപോലെ അവൾ ഒന്നനങ്ങി. ആ നിമിഷത്തെ അവളുടെ രൂപം ഞാൻ ഓർക്കുന്നു. അത് വളരെ മനോഹരവും ആകർഷകവുമായിരുന്നു. അവൾ ആകാശനീലമയുള്ള ഒരു പ്രഭാത വസ്ത്രമാണ് ധരിച്ചിരുന്നത്. അവളുടെ മുടിയിൽ നീലനിറത്തിലുള്ള ഒരു ഷാൾ ചുറ്റിയിരുന്നു. ആ വ്യക്തിക്ക് എന്താണ് വേണ്ടത്? അവൾ മിസ്റ്റർ റോച്ചസ്റ്ററോട് ചോദിച്ചു. ആ വ്യക്തി ആരാണെന്ന് നോക്കാൻ മിസ്റ്റർ റോച്ചസ്റ്റർ തിരിഞ്ഞു. എന്നെ കാണാൻ ആവശ്യപ്പെട്ട ഒരു രോഗിയായ സ്ത്രീയെ സന്ദർശിക്കാൻ എനിക്ക് അവധി വേണം. എവിടേക്ക്? ആരാണവർ? ബേഷെയറിലേക്ക്, സർ. എന്ത്? ബേഷെയറോ? അത് 100 മൈൽ അകലെയാണല്ലോ. നിങ്ങൾക്കെപ്പോഴാണ് പോകേണ്ടത്? നാളെ രാവിലെ, സർ.
അവരുടെ പേര് റീഡ് എന്നാണ് സർ, മിസ്സിസ് റീഡ്. ഗേറ്റ്സ് ഹെഡിലെ റീഡാണോ? ഗേറ്റ്സ് ഹെഡിലെ ഒരു മിസ്സിസ് റീഡ് ഉണ്ടായിരുന്നു. അവരായിരുന്നു എന്റെ സംരക്ഷക. നിങ്ങൾക്ക് അവരുമായി എന്താണ് ബന്ധം? നിങ്ങൾക്ക് ബന്ധുക്കളില്ല എന്നാണല്ലോ ഞാൻ കരുതിയത്. മിസ്റ്റർ റീഡ് എന്റെ അമ്മയുടെ സഹോദരനായിരുന്നു. അദ്ദേഹം അങ്ങനെയായിരുന്നോ? നിങ്ങൾ ഇതിനു മുമ്പ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. എന്നെ സ്വന്തമെന്ന് വിളിക്കാൻ ആരുമില്ല സർ. മിസ്റ്റർ റീഡ് മരിച്ചുപോയി. പക്ഷെ നിങ്ങൾക്ക് കസിൻസ് ഉണ്ടാവുമല്ലോ. ഒരു ദിവസം നിങ്ങളൊരു കസിനെക്കുറിച്ച് എന്നോട് പറഞ്ഞിരുന്നല്ലോ. മിസ്റ്റർ ജോൺ റീഡും മരിച്ചു സർ. അദ്ദേഹം സ്വയം നശിക്കുകയും തന്റെ കുടുംബത്തെ പകുതിയോളം നശിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണെന്ന് കരുതപ്പെടുന്നു. എത്ര കാലം അവിടെ നിൽക്കും? കഴിയുന്നത്ര കുറഞ്ഞ സമയം സർ. ഒരാഴ്ച മാത്രമേ നിൽക്കൂ എന്നെനിക്ക് വാക്ക് തരൂ. വാക്ക് തരാതിരിക്കുന്നതാണ് നല്ലത് സർ, കാരണം എനിക്ക് കൂടുതൽ കാലം അവിടെ നിൽക്കേണ്ടി വന്നേക്കാം. എന്തായാലും നിങ്ങൾ തിരികെ വരും. ഒരു കാരണവശാലും ഈ മിസ്സിസ് റീഡിനൊപ്പം സ്ഥിരതാമസമാക്കാൻ നിങ്ങൾ പ്രേരിപ്പിക്കപ്പെടില്ലല്ലോ. ഓ ഇല്ല, എല്ലാം ശുഭകരമാണെങ്കിൽ ഞാൻ തീർച്ചയായും മടങ്ങിവരും. നിങ്ങൾക്കവരെക്കൊണ്ട് എന്തു ഗുണമുണ്ടാവും? വിഡ്ഢിത്തം പറയരുത് ജെയിൻ. അവർ എന്നെ കാണാൻ ആവശ്യപ്പെട്ടു സർ. ഞാൻ പോകണം. നിങ്ങളുടെ കൂടെ ആര് വരും? നിങ്ങൾക്ക് തനിച്ച് യാത്ര ചെയ്യാൻ കഴിയില്ല. ഞാൻ കോച്ചിൽ പോയിക്കോളാം. അതിന്റെ ഗാർഡ് എന്നെ നോക്കിക്കോളും. മിസ്റ്റർ റോച്ചസ്റ്റർ ആലോചിച്ചു. ഞാൻ അതെടുത്തുകൊണ്ടുവരുന്നതുവരെ 1 മിനിറ്റ് നിൽക്കൂ ജെയിൻ. ശരി, നിങ്ങൾക്ക് കുറച്ചു പണം വേണം. പണമില്ലാതെ യാത്ര ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ കയ്യിൽ അധികം പണമുണ്ടാകില്ലെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങൾക്ക് ഇതുവരെ ശമ്പളം നൽകിയിട്ടില്ല. എത്ര പണം നിങ്ങളുടെ കയ്യിലുണ്ട് ജെയിൻ? ഞാൻ എന്റെ പേഴ്സ് എടുത്തു. അതൊരു ചെറിയ പേഴ്സായിരുന്നു. 5 ഷില്ലിംഗ് സർ. അദ്ദേഹം ആ പേഴ്സ് വാങ്ങി അതിലെ പണം തന്റെ ഉള്ളം കൈയിലേക്ക് പകർന്നു. അതിന്റെ കുറവ് കണ്ട് അദ്ദേഹം ചിരിച്ചു. ഉടനെ അദ്ദേഹം തന്റെ പോക്കറ്റ് ബുക്ക് എടുത്തു. ഇതാ, ഒരു നോട്ട് എനിക്ക് നൽകിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. അത് 50 പൗണ്ടായിരുന്നു. അദ്ദേഹം എനിക്ക് തരാനുണ്ടായിരുന്നത് 15 പൗണ്ട് മാത്രമായിരുന്നു. എനിക്ക് ബാക്കി വേണ്ട, അത് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങളുടെ പണം എടുത്തോളൂ. എനിക്ക് അർഹതപ്പെട്ടതിനേക്കാൾ കൂടുതൽ വാങ്ങാൻ ഞാൻ വിസമ്മതിച്ചു. അദ്ദേഹം ആദ്യം നെറ്റി ചുളിച്ചു. പിന്നീട് എന്തോ ഓർത്തതുപോലെ പറഞ്ഞു, ശരി ശരി, ഇപ്പോൾ എല്ലാം തരാതിരിക്കുന്നതാണ് നല്ലത്. 50 പൗണ്ട് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ 3 മാസം അവിടെ നിന്നേക്കും. ഇതാ 10 പൗണ്ട് മതിയോ? എന്റെ കയ്യിൽ 10 പൗണ്ടുണ്ട്. അത് ധാരാളമാണ്. എങ്കിൽ നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് ഇനി 1 പൈസ പോലും ഞാൻ തരില്ല. അത് എന്റെ കയ്യിൽ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. വൈകുന്നേരങ്ങളിൽ ശല്യപ്പെടുത്തുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല, എലിസ പറഞ്ഞു. ഞാൻ ഉടനെ എഴുന്നേറ്റു. ആരോടും ചോദിക്കാതെ തന്നെ എന്റെ തൊപ്പിയും കയ്യുറകളും അഴിച്ചുവെച്ചു. എന്നിട്ട് ഞാൻ അടുക്കളയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ബെസ്സിയുടെ അടുത്തുപോയി മിസ്സിസ് റീഡ് ഇന്ന് എന്നെ കാണാൻ തയ്യാറാണോ എന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പോയി ബെസ്സിയെ കണ്ട് കാര്യമേൽപ്പിച്ചു. അഹങ്കാരത്തിന് മുന്നിൽ എപ്പോഴും പതറിപ്പോകുന്നതായിരുന്നു എന്റെ ശീലം. ഇന്നെനിക്ക് ലഭിച്ച സ്വീകരണം 1 വർഷം മുമ്പായിരുന്നെങ്കിൽ അടുത്ത ദിവസം തന്നെ ഗേറ്റ്സ് ഹെഡ് വിട്ടുപോകാൻ ഞാൻ തീരുമാനിക്കുമായിരുന്നു. എന്നാൽ അതൊരു വിഡ്ഢിത്തമാണെന്ന് ഇപ്പോൾ എനിക്ക് തോന്നി. എന്റെ അമ്മായിയെ കാണാൻ ഞാൻ 100 മൈൽ യാത്ര ചെയ്താണ് വന്നത്. അവർക്ക് സുഖമാകുന്നതുവരെ അല്ലെങ്കിൽ മരിക്കുന്നതുവരെ ഞാൻ ഇവിടെ നിൽക്കണം. അവരുടെ മക്കളുടെ അഹങ്കാരമോ വിഡ്ഢിത്തമോ ഞാൻ അവഗണിക്കണം. പണ്ട് ശിക്ഷകൾക്കും ശാസനകൾക്കുമായി ഞാൻ പലപ്പോഴും വിളിക്കപ്പെട്ടിരുന്ന ആ മുറിയിലേക്ക് പോകാൻ എനിക്ക് ആരുടെയും സഹായം വേണ്ടായിരുന്നു. ഞാൻ ബെസ്സിയേക്കാൾ വേഗത്തിൽ നടന്ന് വാതിൽ പതുക്കെ തുറന്നു. നേരം ഇരുട്ടിത്തുടങ്ങിയതിനാൽ മേശപ്പുറത്തൊരു വിളക്ക് കത്തുന്നുണ്ടായിരുന്നു. പഴയതുപോലെ തന്നെ മഞ്ഞ നിറത്തിലുള്ള വിരികളുള്ള ആ വലിയ കട്ടിൽ അവിടെയുണ്ടായിരുന്നു. ഡ്രസ്സിംഗ് ടേബിളും ചാരുകസേരയും പാദപീഠവും അവിടെ തന്നെയുണ്ട്. ഞാൻ ചെയ്യാത്ത തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കാൻ 100 കണക്കിന് തവണ ആ പാദപീഠത്തിനു മുന്നിൽ മുട്ടുകുത്തി നിൽക്കാൻ ഞാൻ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. മുറിയുടെ ഒരു മൂലയിലേക്ക് ഞാൻ നോക്കി. പണ്ടെന്നെ ഭയപ്പെടുത്തിയിരുന്ന ആ ചൂരൽവടി അവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടാകുമെന്ന് ഞാൻ പകുതി പ്രതീക്ഷിച്ചു. മിസ്സസ് റീഡിന്റെ മുഖം എനിക്ക് നന്നായി ഓർമ്മയുണ്ടായിരുന്നു. ആ പരിചിതമായ രൂപം ഞാൻ ആവേശത്തോടെ തിരഞ്ഞു. കാലം പ്രതികാരദാഹത്തെ ശമിപ്പിക്കുകയും ദേഷ്യത്തെയും വെറുപ്പിനെയും ഇല്ലാതാക്കുകയും ചെയ്യുന്നത് എത്ര നല്ല കാര്യമാണ്. പരിചിതമായ ആ മുഖം അവിടെയുണ്ടായിരുന്നു. പഴയതുപോലെ തന്നെ കർക്കശവും ദയയില്ലാത്തതുമായ ഭാവം. ഒന്നിനും അലിയിക്കാൻ കഴിയാത്ത ആ കണ്ണുകളും അധികാരഭാവമുള്ള പുരികങ്ങളും. എത്രയോ തവണ ആ കണ്ണുകൾ എന്നെ വെറുപ്പോടെയും ഭീഷണിയോടെയും നോക്കിയിരിക്കുന്നു. ആ മുഖത്തെ പരുക്കൻ വരകൾ നോക്കിയപ്പോൾ കുട്ടിക്കാലത്തെ ഭീതികളും സങ്കടങ്ങളും വീണ്ടും ഉണർന്നു. അതെ, അമ്മായി. അവരെ ഇനി ഒരിക്കലും അമ്മായി എന്ന് വിളിക്കില്ലെന്ന് ഞാൻ പണ്ടു പ്രതിജ്ഞ ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ആ പ്രതിജ്ഞ മറക്കുന്നതിലോ ലംഘിക്കുന്നതിലോ തെറ്റില്ലെന്ന് എനിക്ക് തോന്നി. വിരിപ്പിനു പുറത്തു കിടന്നിരുന്ന അവരുടെ കൈകളിൽ ഞാൻ പിടിച്ചു. അവരെന്റെ കൈകളിൽ ദയയോടെ ഒന്ന് അമർത്തിയിരുന്നെങ്കിൽ ആ നിമിഷം എനിക്ക് വലിയ സന്തോഷം തോന്നുമായിരുന്നു. എന്നാൽ കഠിനഹൃദയരായവർ അത്ര പെട്ടെന്ന് അലിയുകയില്ല. സഹജമായ വെറുപ്പ് അത്ര എളുപ്പത്തിലില്ലാതാവുകയുമില്ല. മിസ്സിസ് റീഡ് തന്റെ കൈ പിൻവലിച്ചു. മുഖം എന്നിൽ നിന്ന് തിരിച്ചു പിടിച്ചുകൊണ്ട് രാത്രിക്ക് നല്ല ചൂടാണെന്ന് പറഞ്ഞു. അവർ വീണ്ടും എന്നെ തണുത്ത ഭാവത്തോടെ നോക്കി. എന്നെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായമോ എന്നോടുള്ള വികാരമോ മാറിയിട്ടില്ലെന്നും അത് മാറില്ലെന്നും എനിക്ക് മനസ്സിലായി. എനിക്ക് ആദ്യം വേദന തോന്നി, പിന്നെ ദേഷ്യവും,
തുടർന്ന് അവരുടെ സ്വഭാവത്തെയും വാശിയെയും മറികടന്ന് അവരെ കീഴടക്കണമെന്ന ഉറച്ച തീരുമാനം ഞാനെടുത്തു. കുട്ടിക്കാലത്തെ പോലെ എന്റെ കണ്ണുകൾ നിറഞ്ഞുവന്നു. ഞാൻ അവയെ അടക്കി നിർത്തി. ഓ, തീർച്ചയായും. ശരി, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് കഴിയുന്നതുവരെ നീ ഇവിടെ നിൽക്കണമെന്ന് അവരോട് പറഞ്ഞേക്കൂ. ഇന്ന് വൈകിപ്പോയി കാര്യങ്ങൾ ഓർത്തെടുക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. പക്ഷെ എനിക്കെന്തോ പറയാനുണ്ടായിരുന്നു. അതെന്താണെന്ന് നോക്കട്ടെ. അവരുടെ അലഞ്ഞു തിരിയുന്ന നോട്ടവും മാറിയ സംസാരരീതിയും അവരുടെ കരുത്തുറ്റ ശരീരത്തിന് സംഭവിച്ച തകർച്ചയെ വിളിച്ചോതുന്നുണ്ടായിരുന്നു. ജെയിനയർ എവിടെ? അവർ ചോദിച്ചു. വസ്ത്രങ്ങളിൽ പിടിച്ചുവലിച്ച് എന്നെ ശല്യപ്പെടുത്തരുത്. ആ കുട്ടിയെക്കൊണ്ട് ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ആരും വിശ്വസിക്കില്ല. എന്റെ കൈകളിൽ വന്നുപെട്ട ഒരു വലിയ ഭാരമായിരുന്നു അവൾ. അവളുടെ മനസ്സിലാക്കാൻ കഴിയാത്ത സ്വഭാവവും പെട്ടെന്നുള്ള ദേഷ്യവും മറ്റുള്ളവരുടെ ചലനങ്ങൾ നിരീക്ഷിക്കുന്ന ആ രീതിയും എന്നെ എന്നും ശല്യപ്പെടുത്തിയിരുന്നു. അവൾ ഒരിക്കൽ എന്നോട് സംസാരിച്ചത് ഒരു ഭ്രാന്തിയെപ്പോലെയോ പിശാചിനെപ്പോലെയോ ആയിരുന്നു. ഒരു കുട്ടിയും അങ്ങനെയൊന്നും സംസാരിക്കുകയോ നോക്കുകയോ ചെയ്യില്ല. അവളെ ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. ലോവുഡിൽ അവരവളെ എന്തു ചെയ്തു? അവിടെ പനി പടർന്നു പിടിക്കുകയും ഒരുപാട് കുട്ടികൾ മരിക്കുകയും ചെയ്തിരുന്നു. വിചിത്രമായ ഒരാഗ്രഹം, മിസ്സിസ് റീഡ്. എനിക്ക് അവളുടെ അമ്മയെ പണ്ടേ ഇഷ്ടമല്ലായിരുന്നു. അവൾ എന്റെ ഭർത്താവിന്റെ ഏക സഹോദരിയായിരുന്നു. അദ്ദേഹത്തിന് അവളെ വലിയ ഇഷ്ടമായിരുന്നു. അവൾ താഴ്ന്ന നിലയിലുള്ള ഒരാളെ വിവാഹം കഴിച്ചപ്പോൾ കുടുംബം അവളെ പുറത്താക്കുന്നതിനെ അദ്ദേഹം എതിർത്തു. അവളുടെ മരണവാർത്ത കേട്ടപ്പോൾ അദ്ദേഹം ഒരു കൊച്ചുകുട്ടിയെപ്പോലെ കരഞ്ഞു. ആ കുഞ്ഞിനെ ഇങ്ങുമുക്കടായിടവണ്ണ് അദ്ദേഹം വാശി പിടിച്ചു. അതിനെ എവിടെയെങ്കിലും വളർത്താൻ ഏൽപ്പിക്കാമെന്നും അതിനുള്ള ചെലവ് നൽകാമെന്നും ഞാൻ പറഞ്ഞിട്ടും അദ്ദേഹം കേട്ടില്ല. ആദ്യമായി കണ്ടപ്പോൾ തന്നെ എനിക്ക് ആ കുഞ്ഞിന് വെറുപ്പായിരുന്നു. എപ്പോഴും കരയുന്ന ഒരു രോഗിണി. അത് തൊട്ടിലിൽ കിടന്ന് രാത്രി മുഴുവൻ തേങ്ങിക്കരയുമായിരുന്നു. മറ്റു കുട്ടികളെപ്പോലെ ഉച്ചത്തിലല്ല, മറിച്ച് വിങ്ങിക്കരയുന്നതുപോലെ. മിസ്റ്റർ റീഡിന് അതിനോട് വലിയ അലിവായിരുന്നു. അദ്ദേഹം അതിനെ സ്വന്തം കുഞ്ഞിനെപ്പോലെ ലാളിക്കുമായിരുന്നു. സ്വന്തം മക്കളേക്കാൾ കൂടുതൽ അദ്ദേഹം ആ കുട്ടിയെ ശ്രദ്ധിച്ചു. അദ്ദേഹം എന്റെ മക്കളെ ആ കൊച്ചു ഭിക്ഷക്കാരിയോട് സ്നേഹത്തോടെ അദ്ദേഹത്തിന്റെ അവസാന രോഗാവസ്ഥയിൽ അദ്ദേഹം അത് നിരന്തരം തന്റെ കിടക്കക്കരികിൽ കൊണ്ടുവരുമായിരുന്നു. മരിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് ആ ജീവിയെ സംരക്ഷിക്കുമെന്ന് അദ്ദേഹം എന്നെക്കൊണ്ട് സത്യം ചെയ്യിച്ചു. ഒരു വർക്ക് ഹൌസിലെ പാവപ്പെട്ട കുട്ടിയെ നോക്കാൻ ഏൽപ്പിക്കുന്നതുപോലെയായിരുന്നു അതെനിക്ക്. പക്ഷേ അദ്ദേഹം ദുർബലനായിരുന്നു. സ്വഭാവത്താൽ തന്നെ ദുർബലനായിരുന്നു. ജോൺ ഒട്ടും അവന്റെ പിതാവിനെപ്പോലെയല്ല. അതിലെനിക്ക് സന്തോഷമുണ്ട്. ജോൺ എന്നെപ്പോലെയും എന്റെ സഹോദരന്മാരെപ്പോലെയുമാണ്. അവൻ തികച്ചും ഒരു ഗിബ്സനാണ്. ഓ, പണത്തിനായി കത്തുകളയച്ച് അവൻ എന്നെ പീഡിപ്പിക്കുന്നത് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവന് നൽകാൻ എന്റെ കൈവശം ഇനി പണമില്ല. നമ്മൾ ദരിദ്രരായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പകുതി വേലക്കാരെ പിരിച്ചുവിടേണ്ടിവരും. വീടിന്റെ ഒരു ഭാഗം അടച്ചിടേണ്ടിവരും. അല്ലെങ്കിൽ അത് വാടകയ്ക്ക് കൊടുക്കേണ്ടിവരും. എനിക്കൊരിക്കലും അതിന് കഴിയില്ല. എങ്കിലും നമ്മൾ എങ്ങനെ മുന്നോട്ടു പോകും? എന്റെ വരുമാനത്തിന്റെ 2 ഭാഗവും പണയത്തിന്റെ പലിശ അടയ്ക്കാനാണ് പോകുന്നത്. ജോൺ ഭയങ്കരമായി ചൂതാട്ടം നടത്തുന്നു. എപ്പോഴും തോൽക്കുന്നു. പാവം കുട്ടി. അവൾ വല്ലാതെ അസ്വസ്ഥയാകുകയായിരുന്നു. ഞാൻ എഴുന്നേറ്റു. മിസ്സിസ് റീഡ് ഉദ്ഘോഷിച്ചു. എനിക്ക് പറയാൻ ആഗ്രഹമുള്ള മറ്റൊരു കാര്യമുണ്ട്. അവൻ എന്നെ ഭീഷണിപ്പെടുത്തുന്നു. അവന്റെ സ്വന്തം മരണമോ അല്ലെങ്കിൽ എന്റെ മരണമോ പറഞ്ഞ് അവൻ എന്നെ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നു. ചിലപ്പോഴവന്റെ തൊണ്ടയിൽ വലിയൊരു മുറിവുമായി അല്ലെങ്കിൽ വീർത്തതും കറുത്തതുമായ മുഖവുമായി അവൻ കിടക്കുന്നത് ഞാൻ സ്വപ്നം കാണാറുണ്ട്. ഞാനൊരു വിചിത്രമായ അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത്. എനിക്ക് വലിയ പ്രയാസങ്ങളുണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടത്? ബെസ്സി ഇപ്പോൾ അവളെ ഒരു ശാന്തമാക്കുന്ന മരുന്ന് കുടിപ്പിക്കാൻ പ്രേരിപ്പിക്കാൻ ശ്രമിച്ചു. പ്രയാസപ്പെട്ടാണെങ്കിലും അവൾ അതിൽ വിജയിച്ചു. താമസിയാതെ മിസ്സിസ് റീഡ് കൂടുതൽ ശാന്തയാവുകയും മയക്കത്തിലേക്ക് വീഴുകയും ചെയ്തു. അവളുമായി വീണ്ടും ഒരു സംഭാഷണം നടത്തുന്നതിനു മുമ്പ് 10 ദിവസത്തിലധികം കടന്നുപോയി. അവൾ ഒന്നുകിൽ ബോധമില്ലാത്ത അവസ്ഥയിലോ അല്ലെങ്കിൽ മന്ദതയിലോ തുടർന്നു. അവളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഉത്തേജിപ്പിക്കുന്നതെല്ലാം ഡോക്ടർ വിലക്കി. അതിനിടയിൽ ജോർജിയാനയോടും എലിസയോടുമൊപ്പം എനിക്ക് കഴിയുന്നതുപോലെ ഞാൻ മുന്നോട്ടുപോയി. ആദ്യം അവർ വളരെ തണുത്ത മനോഭാവമുള്ളവരായിരുന്നു. എലിസ പകലിന്റെ പകുതിയും തുന്നാനോ വായിക്കാനോ എഴുതാനോ ഇരിക്കും. എന്നോടോ അവളുടെ സഹോദരിയോടോ ഒരു വാക്കുപോലും മിണ്ടില്ല. ജോർജിയാന മണിക്കൂറുകളോളം അവളുടെ കാനറി പക്ഷിയോട് അസംബന്ധങ്ങൾ പുലമ്പിക്കൊണ്ടിരിക്കും. എന്നെ ഒട്ടും ശ്രദ്ധിക്കില്ല. ഒരു ദിവസം രാവിലെ ഞാനൊരു മുഖം വരയ്ക്കാൻ തുടങ്ങി. അത് എങ്ങനെയുള്ള മുഖമായിരിക്കണമെന്ന് എനിക്ക് താൽപ്പര്യമോ അറിവോ ഉണ്ടായിരുന്നില്ല. ഞാൻ മൃദുവായ ഒരു കറുത്ത പെൻസിലെടുത്തു. അതിന് വീതിയുള്ളൊരു മുന നൽകി വരയ്ക്കാൻ തുടങ്ങി. താമസിയാതെ ഞാൻ കടലാസിൽ വീതിയുള്ളതും ഉയർന്നതുമായ ഒരു നെറ്റിയും മുഖത്തിന്റെ ചതുരാകൃതിയിലുള്ള താഴത്തെ രൂപരേഖയും വരച്ചു. ആ രൂപരേഖ എനിക്ക് സന്തോഷം നൽകി. എന്റെ വിരലുകൾ സജീവമായി അതിൽ അവയവങ്ങൾ നിറയ്ക്കാൻ തുടങ്ങി.
ആ പുരികനത്ത് താഴെ കടുപ്പമുള്ള തിരശ്ചീനമായ പുരികങ്ങൾ വരയ്ക്കണം. തുടർന്ന് സ്വാഭാവികമായും നേരായ പാലവും വിടർന്ന മൂക്കുമുള്ള വ്യക്തമായൊരു മൂക്ക് വന്നു. പിന്നീട് വഴക്കമുള്ളതായി തോന്നുന്ന ഒട്ടും ഇടുങ്ങിയതല്ലാത്തൊരു വായ. പിന്നീട് നടുവിൽ വ്യക്തമായ പിളർപ്പുള്ള ഉറച്ച താടി. തീർച്ചയായും കുറച്ച് കറുത്ത മീശയും കറുത്തിരുണ്ട മുടിയും ആവശ്യമായിരുന്നു. അത് നെറ്റിയുടെ വശങ്ങളിൽ കൂട്ടമായും നെറ്റിക്ക് മുകളിൽ തിരമാലകൾ പോലെയും ഉണ്ടായിരുന്നു. ഇനി കണ്ണുകൾ. അവയ്ക്ക് ഏറ്റവും ശ്രദ്ധാപൂർവമായ ജോലി ആവശ്യമായതിനാൽ ഞാൻ അവ അവസാനത്തേക്ക് മാറ്റിവെച്ചു. ഞാൻ അവ വലുതായി വരച്ചു. അവയ്ക്ക് നല്ല രൂപം നൽകി. കൺപീലികൾ നീളമുള്ളതും ഇരുണ്ടതുമായി ഞാൻ വരച്ചു. കണ്ണിന്റെ കൃഷ്ണമണികൾ തിളക്കമുള്ളതും വലുതുമായിരുന്നു. നന്നായിട്ടുണ്ട്, പക്ഷെ പൂർണ്ണമായിട്ടില്ല. അതിന്റെ ഫലം നോക്കിക്കൊണ്ട് ഞാൻ ചിന്തിച്ചു. അവയ്ക്ക് കൂടുതൽ ശക്തിയും ജീവനും വേണം. വെളിച്ചം കൂടുതൽ തിളക്കത്തോടെ മിന്നുന്നതിനായി ഞാൻ നിഴലുകൾ കൂടുതൽ കറുപ്പിച്ചു. 1 2 നല്ല സ്പർശനങ്ങൾ വിജയം ഉറപ്പാക്കി. അവിടെ എന്റെ കൺമുന്നിൽ ഒരു സുഹൃത്തിന്റെ മുഖമുണ്ടായിരുന്നു. ആ യുവതികൾ എനിക്ക് നേരെ പുറംതിരിഞ്ഞു നിന്നതിൽ എന്തു പ്രസക്തിയാണുള്ളത്? ശ്രദ്ധിക്കപ്പെടാതെ എന്റെ അടുത്തേക്ക് വന്ന എലിസ ചോദിച്ചു. അത് വെറുമൊരു സാങ്കല്പിക തലയാണെന്ന് ഞാൻ മറുപടി നൽകി. വേഗത്തിൽ അത് മറ്റു ഷീറ്റുകൾക്കിടയിൽ ഒളിപ്പിച്ചു. തീർച്ചയായും ഞാൻ കള്ളം പറഞ്ഞു. വാസ്തവത്തിൽ അത് മിസ്റ്റർ റോച്ചസ്റ്ററിന്റെ വളരെ വിശ്വസ്തമായൊരു ചിത്രമായിരുന്നു. എന്നാൽ അത് അവൾക്കോ എനിക്കല്ലാതെ മറ്റാർക്കെങ്കിലുമോ എന്തു കാര്യമാണ്? ജോർജിയാനയും നോക്കാൻ അടുത്തേക്ക് വന്നു. എന്റെ കഴിവിൽ അവർ രണ്ടുപേരും അത്ഭുതപ്പെട്ടതായി തോന്നി. അവരുടെ ഛായാചിത്രങ്ങൾ വരയ്ക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തു. ഓരോരുത്തരും മാറി മാറി പെൻസിൽ രേഖാചിത്രത്തിനായി ഇരുന്നു. തുടർന്ന് ജോർജിയാന അവളുടെ ആൽബം കൊണ്ടുവന്നു. ഒരു വാട്ടർ കളർ ചിത്രം നൽകാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തു. ഇതവളെ പെട്ടെന്ന് നല്ല മൂഡിലാക്കി. തോട്ടത്തിലൂടെ നടക്കാൻ അവൾ നിർദ്ദേശിച്ചു. ഞങ്ങൾ പുറത്തിറങ്ങി 2 മണിക്കൂർ തികയുന്നതിനു മുമ്പ് ഞങ്ങൾ രഹസ്യമായൊരു സംഭാഷണത്തിൽ മുഴുകി. ഷീ ഹാഡ് ഫേവേർഡ് മീ വിത്ത് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ബ്രില്യന്റ് വിന്റർ ഷീ ഹാഡ് സ്പെൻഡ് ഇൻ ലണ്ടൻ 2 seasons ago, of the admiration she had there excited, the attention she had received, and I even got hints of the title conquest she had made. In the course of the afternoon and evening, these hints were enlarged on. Various soft conversations were reported, and sentimental scenes represented, and in short, a volume of a novel of fashionable life was that day improvised by her for my benefit. The communications were renewed from day to day. They always ran on the same theme: herself, her loves and woes. It was strange she never once adverted either to her mother's illness or her brother's death, or the present gloomy state of the family prospects. Her mind seemed wholly taken up with reminiscences of past gaiety, and aspirations after dissipations to come. എലിസ ഇപ്പോഴും കുറച്ചു മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ. അവൾക്ക് സംസാരിക്കാൻ സമയമില്ലായിരുന്നു എന്ന് വ്യക്തമാണ്. അവളെപ്പോലെ തിരക്കുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. എങ്കിലും അവൾ എന്താണ് ചെയ്തതെന്ന് പറയാൻ പ്രയാസമായിരുന്നു. അല്ലെങ്കിൽ അവളുടെ പരിശ്രമത്തിന്റെ ഫലം കണ്ടെത്താൻ പ്രയാസമായിരുന്നു. അവൾക്ക് നേരത്തെ എഴുന്നേൽക്കാൻ ഒരു അലാറം ഉണ്ടായിരുന്നു. പ്രഭാത ഭക്ഷണത്തിനു മുമ്പ് അവൾ എങ്ങനെ സമയം ചെലവഴിച്ചു എന്നെനിക്കറിയില്ല. പക്ഷെ ആ ഭക്ഷണത്തിനു ശേഷം അവൾ തന്റെ സമയം കൃത്യമായ ഭാഗങ്ങളായി വിഭജിച്ചു. ഓരോ മണിക്കൂറിനും അതിന്റേതായ ജോലിയുണ്ടായിരുന്നു. ദിവസത്തിൽ 3 തവണ അവളൊരു ചെറിയ പുസ്തകം പഠിച്ചു. അത് പരിശോധിച്ചപ്പോൾ ഒരു പ്രാർത്ഥനാ പുസ്തകമാണെന്ന് ഞാൻ കണ്ടെത്തി. ഒരു പരവതാനിയോളം വലിപ്പമുള്ള ചതുരാകൃതിയിലുള്ള ചുവന്ന തുണിയുടെ അതിര് സ്വർണ്ണ നൂൽകൊണ്ട് തുന്നാൻ അവൾ 3 മണിക്കൂർ ചെലവഴിച്ചു. ഈ വസ്തുവിന്റെ ഉപയോഗത്തെക്കുറിച്ചുള്ള എന്റെ അന്വേഷണങ്ങൾക്ക് മറുപടിയായി ഗേറ്റ്സ് ഹെഡിന് സമീപം അടുത്തിടെ നിർമ്മിച്ച ഒരു പുതിയ പള്ളിയുടെ ബലിപീഠത്തിനുള്ള ആവരണമാണിതെന്ന് അവൾ എന്നെ അറിയിച്ചു. 2 മണിക്കൂർ അവൾ തന്റെ ഡയറിക്കായി നീക്കിവെച്ചു. 2 മണിക്കൂർ അടുക്കളത്തോട്ടത്തിൽ തനിയെ ജോലി ചെയ്യാൻ. 1 അവളുടെ കണക്കുകൾ ക്രമീകരിക്കാൻ. അവൾക്ക് കൂട്ടോ സംഭാഷണമോ ആവശ്യമില്ലെന്ന് തോന്നി. സാധാരണയേക്കാൾ കൂടുതൽ സംസാരിക്കാൻ താൽപര്യം കാണിച്ച ഒരു വൈകുന്നേരം അവൾ എന്നോട് പറഞ്ഞു. ജോണിന്റെ പെരുമാറ്റവും കുടുംബത്തിന്റെ തകർച്ചയും അവൾക്ക് വലിയ ദുഃഖമുണ്ടാക്കിയെന്ന്. എന്നാൽ ഇപ്പോൾ അവൾ മനസ്സ് ശാന്തമാക്കിയെന്നും ഒരു തീരുമാനമെടുത്തെന്നും അവൾ പറഞ്ഞു. സ്വന്തം സമ്പത്ത് സുരക്ഷിതമാക്കാൻ അവൾ ശ്രദ്ധിച്ചിരുന്നു. അമ്മ മരിക്കുമ്പോൾ അമ്മ സുഖം പ്രാപിക്കാനോ കൂടുതൽ കാലം ജീവിക്കാനോ സാധ്യതയില്ലെന്ന് അവൾ ശാന്തമായി പറഞ്ഞു. അവൾ തന്റെ ദീർഘകാലമായുള്ള ഒരു പദ്ധതി നടപ്പിലാക്കും. കൃത്യനിഷ്ഠയുള്ള ശീലങ്ങൾക്ക് തടസ്സമില്ലാത്ത ഒരു ഏകാന്തവാസം തേടുകയും തനിക്കും ഈ നിസ്സാരമായ ലോകത്തിനുമിടയിൽ സുരക്ഷിതമായ മതിലുകൾ തീർക്കുകയും ചെയ്യും. തീർച്ചയായുമില്ല. ജോർജിയാനയ്ക്കും അവൾക്കും പൊതുവായി ഒന്നുമില്ലായിരുന്നു. ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഒരു കാരണവശാലും അവളുടെ കൂട്ടൊരു ഭാരമായി കൊണ്ടു നടക്കാൻ അവൾ തയ്യാറല്ലായിരുന്നു. ജോർജിയാന തന്റെ ഹൃദയം എന്നോട് തുറന്നു പറയാത്തപ്പോൾ മിക്കവാറും സമയം സോഫയിൽ കിടന്ന് വീടിന്റെ വിരസതയെക്കുറിച്ച് പരിതപിക്കുകയും തന്റെ അമ്മായി ഗിബ്സൺ തന്നെ നഗരത്തിലേക്ക് ക്ഷണിച്ചിരുന്നെങ്കിൽ എന്ന് വീണ്ടും വീണ്ടും ആഗ്രഹിക്കുകയും ചെയ്തു. എല്ലാം കഴിയുമ്പോൾ എന്ന് അവൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് ഞാൻ ചോദിച്ചില്ല. പക്ഷെ അത് അവളുടെ അമ്മയുടെ പ്രതീക്ഷിക്കുന്ന മരണത്തെയും ശവസംസ്കാര ചടങ്ങുകളുടെ ഇരുണ്ട തുടർച്ചയെയും കുറിച്ചാണെന്ന് ഞാൻ കരുതുന്നു.
എലിസ സാധാരണയായി തന്റെ സഹോദരിയുടെ മടിയും പരാതികളും അത്തരമൊരു പിറുപിറുക്കുന്ന വസ്തു തന്റെ മുന്നിലില്ലാത്തതുപോലെ അവഗണിച്ചു. എന്നാൽ ഒരു ദിവസം അവൾ തന്റെ കണക്കുപുസ്തകം മാറ്റിവെച്ച് എംബ്രോയിഡറി നിവർത്തിയപ്പോൾ പെട്ടെന്ന് അവൾ ഇങ്ങനെ പറഞ്ഞു: ജോർജിയാന, നിന്നെപ്പോലെ അഹങ്കാരിയും വിഡ്ഢിയുമായൊരു ജീവി ഈ ഭൂമിക്കു ഭാരമായി വേറെയുണ്ടാകില്ല. നിനക്ക് ജനിക്കാൻ അവകാശമില്ലായിരുന്നു, കാരണം നീ ജീവിതം കൊണ്ടൊരു പ്രയോജനവും ചെയ്യുന്നില്ല. വിവേകമുള്ള ഒരു മനുഷ്യനെപ്പോലെ തനിക്കായി ജീവിക്കുന്നതിനു പകരം നീ നിന്റെ ബലഹീനത മറ്റൊരാളുടെ കരുത്തിൽ കെട്ടിവെക്കാൻ മാത്രമാണ് ശ്രമിക്കുന്നത്. ഇത്രയും തടിച്ചതും ദുർബലവും ഉപയോഗശൂന്യവുമായ ഒരു വസ്തുവിനെ ചുമക്കാൻ ആരെയും കിട്ടിയില്ലെങ്കിൽ നീ മോശമായി പെരുമാറുന്നുവെന്നും അവഗണിക്കപ്പെടുന്നുവെന്നും ദുരിതത്തിലാണെന്നും പറഞ്ഞ് നിലവിളിക്കുന്നു. കൂടാതെ നിനക്ക് ജീവിതം എന്നത് നിരന്തരമായ മാറ്റങ്ങളുടെയും ആവേശത്തിന്റെയും വേദിയായിരിക്കണം. അല്ലെങ്കിൽ ലോകം ഒരു തടവറയാണ്. നീ പ്രശംസിക്കപ്പെടണം, നീ ആരാധിക്കപ്പെടണം. ഒരു ദിവസം എടുക്കുക, അതിനെ പല ഭാഗങ്ങളായി തിരിക്കുക. ഓരോ ഭാഗത്തിനും ഓരോ ജോലി നിശ്ചയിക്കുക. ഒരു 1/4 മണിക്കൂറോ 10 മിനിറ്റോ 5 മിനിറ്റോ പോലും വെറുതെ കളയരുത്. എല്ലാം ഉൾപ്പെടുത്തുക. ഓരോ കാര്യവും കൃത്യമായ ക്രമത്തോടും ചിട്ടയോടും കൂടി ചെയ്യുക. അത് തുടങ്ങിയെന്ന് നിങ്ങൾ അറിയുന്നതിനു മുൻപേ ആ ദിവസം അവസാനിക്കും. ഒരു നിമിഷം പോലും വെറുതെ കളയാതിരിക്കാൻ സഹായിച്ചതിന് നിങ്ങൾ ആരോടും കടപ്പെട്ടിരിക്കില്ല. നിങ്ങൾക്ക് ആരുടെയും കൂട്ടുതേടേണ്ടി വന്നിട്ടില്ല. സംഭാഷണമോ സഹതാപമോ ക്ഷമയോ ഒന്നും ആവശ്യമായി വന്നിട്ടില്ല. ചുരുക്കത്തിൽ, ഒരു സ്വതന്ത്ര വ്യക്തി ജീവിക്കേണ്ടതുപോലെ നിങ്ങൾ ജീവിച്ചു. ഈ ഉപദേശം സ്വീകരിക്കുക. ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ആദ്യത്തെയും അവസാനത്തെയും ഉപദേശമാണിത്. എങ്കിൽ എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് എന്നെയോ മറ്റാരെയെങ്കിലുമോ ആവശ്യമുണ്ടാകില്ല. ഇത് അവഗണിക്കുക. പഴയതുപോലെ തന്നെ തുടരുക. ആഗ്രഹിച്ചും പരാതിപ്പെട്ടും മടിച്ചുമിരിക്കുക. നിങ്ങളുടെ വിഡ്ഢിത്വത്തിന്റെ ഫലങ്ങൾ എത്ര മോശവും അസഹനീയവുമാണെങ്കിലും അതനുഭവിക്കുക. ഞാനിത് നിങ്ങളോട് വ്യക്തമായി പറയുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ ഇനി ആവർത്തിക്കില്ലെങ്കിലും ഞാൻ അതിനനുസരിച്ചു തന്നെ പ്രവർത്തിക്കും. എന്റെ അമ്മയുടെ മരണശേഷം എനിക്ക് നിങ്ങളുമായി യാതൊരു ബന്ധവുമുണ്ടാകില്ല. ഗേറ്റ്സ് ഹെഡ് പള്ളിയിലെ കല്ലറയിലേക്ക് അവരുടെ ശവപ്പെട്ടി കൊണ്ടുപോകുന്ന ദിവസം മുതൽ നമ്മൾ തമ്മിൽ ഒരിക്കലും പരിചയമില്ലാത്തതുപോലെ അപരിചിതരായിരിക്കും. ഈ പ്രസംഗം നടത്തുന്ന ബുദ്ധിമുട്ട് നിനക്ക് ഒഴിവാക്കാമായിരുന്നു, ജോർജിയാന മറുപടി നൽകി. സത്യമാണ്, ഉദാരമായ വികാരങ്ങൾക്ക് ചിലർ വലിയ വിലയൊന്നും നൽകുന്നില്ല. എന്നാൽ ഇവിടെ 2 സ്വഭാവങ്ങളുണ്ടായിരുന്നു. ഒന്ന് അങ്ങേയറ്റം കൈപ്പേറിയതും മറ്റൊന്നതിന്റെ അഭാവം കൊണ്ട് നിസ്സാരമായതുമായിരുന്നു. മുകളിലത്തെ നിലയിൽ പോയി ആരും ശ്രദ്ധിക്കാതെ കിടക്കുന്ന ആ മരിക്കാറായ സ്ത്രീയുടെ അവസ്ഥ എന്താണെന്ന് നോക്കാൻ ഞാൻ തീരുമാനിച്ചു. വേലക്കാർ പോലും അവർക്കിടയ്ക്കിടെ മാത്രമാണ് ശ്രദ്ധ നൽകിയിരുന്നത്. കൂലിക്ക് നിർത്തിയ നഴ്സ് ആരും ശ്രദ്ധിക്കാനില്ലാത്തതിനാൽ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം മുറിയിൽ നിന്ന് പുറത്തു കിടക്കുമായിരുന്നു. ബെസ്സി വിശ്വസ്തയായിരുന്നു. പക്ഷെ അവൾക്ക് സ്വന്തം കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ടായിരുന്നു. അതിനാൽ ഇടയ്ക്കിടെ മാത്രമേ ഹാളിലേക്ക് വരാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ രോഗിയുടെ മുറിയിൽ ആരും കാവലില്ലായിരുന്നു. നഴ്സ് അവിടെ ഉണ്ടായിരുന്നില്ല. രോഗി നിശ്ചലയായി കിടക്കുകയായിരുന്നു. ബോധമില്ലാത്തതുപോലെ തോന്നി. വിളറിയ മുഖം തലയിണയിലേക്ക് താഴ്ന്നിരുന്നു. അടുപ്പിലെ തീ അണഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ജനൽ ചില്ലുകളിൽ മഴ ശക്തമായി അടിച്ചുകൊണ്ടിരുന്നു. കാറ്റ് ആഞ്ഞുവീശുകയായിരുന്നു. ഒരാൾ അവിടെ കിടക്കുന്നു, ഞാൻ ചിന്തിച്ചു. അവരുടൻ തന്നെ ഈ ലോകത്തിലെ പോരാട്ടങ്ങൾക്കെല്ലാം അപ്പുറത്താകും. ഈ വലിയ രഹസ്യത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞാൻ ഹെലൻ ബേൺസിനെ ഓർത്തു. അവളുടെ മരണസമയത്തെ വാക്കുകൾ, അവളുടെ വിശ്വാസം, ശരീരമില്ലാത്ത ആത്മാക്കളുടെ സമത്വത്തെക്കുറിച്ചുള്ള അവളുടെ സിദ്ധാന്തം എന്നിവ ഞാൻ ഓർത്തെടുത്തു. മിസ്സിസ് റീഡ് ദിവസങ്ങളായി സംസാരിച്ചിരുന്നില്ല എന്നെനിക്കറിയാമായിരുന്നു. അവർക്ക് ബോധം തിരികെ വരികയാണോ? ആരാണവിടെ എന്നതായിരുന്നു അവളുടെ മറുപടി. അത്ഭുതത്തോടും ഒരുതരം പരിഭ്രമത്തോടും കൂടി എന്നെ നോക്കിക്കൊണ്ടവൾ ചോദിച്ചു. പക്ഷെ അവൾക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെ തോന്നിയില്ല. അമ്മായി, അവൾ ആവർത്തിച്ചു. ആരാണെന്നെ അമ്മായി എന്ന് വിളിക്കുന്നത്? എങ്കിലും അവൾ പറഞ്ഞു, ഇതൊരു തെറ്റാണെന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്റെ ചിന്തകൾ എന്നെ വഞ്ചിക്കുകയാണ്. എനിക്ക് സുഖമില്ലെന്നെനിക്കറിയാം, അവൾ കുറച്ചു കഴിഞ്ഞു പറഞ്ഞു. കുറച്ചു നിമിഷങ്ങൾക്ക് മുൻപ് ഞാനൊന്ന് തിരിയാൻ ശ്രമിച്ചു. പക്ഷെ എന്റെ കൈകാലുകൾ ചലിപ്പിക്കാൻ കഴിയില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. മരിക്കുന്നതിനു മുൻപ് എന്റെ മനസ്സിന്റെ ഭാരം കുറയ്ക്കുന്നത് നല്ലതാണ്. ആരോഗ്യവതിയായിരിക്കുമ്പോൾ നമ്മൾ നിസ്സാരമായി കാണുന്ന കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് അനുഭവപ്പെടുന്നതുപോലെ ഒരു സമയത്ത് വലിയ ഭാരമായി മാറും. നാസ് ഇവിടെയുണ്ടോ? ശരി, ഞാൻ നിന്നോട് 2 തവണ തെറ്റു ചെയ്തിട്ടുണ്ട്. അതിൽ ഞാനിപ്പോൾ ഖേദിക്കുന്നു. ഒന്ന്, നിന്നെ എന്റെ സ്വന്തം കുട്ടിയായി വളർത്താമെന്ന് എന്റെ ഭർത്താവിന് നൽകിയ വാഗ്ദാനം ലംഘിച്ചതാണ്. മറ്റൊന്ന്, അവൾ നിർത്തി. ശരി, എനിക്കിത് പറഞ്ഞു തീർക്കണം. ഞാൻ അവളുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചു. അത് ചെറുതായിരുന്നു. ഇപ്രകാരമായിരുന്നു. മാഡം, എന്റെ അനന്തരവളായ ജെയിനയ്യറുടെ വിലാസം എനിക്ക് അയച്ചു തരാൻ ദയവുണ്ടാകുമോ? അവൾക്ക് എങ്ങനെയുണ്ടെന്ന് എന്നോട് പറയാമോ? അവൾ മഡീറയിലേക്ക് വരണമെന്നാഗ്രഹിച്ചുകൊണ്ട് ഉടൻ തന്നെ അവൾക്ക് കത്തെഴുതാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. കാരണം നിന്നെ അഭിവൃദ്ധിയിലേക്ക് ഉയർത്താൻ സഹായിക്കാൻ കഴിയാത്ത വിധം ഞാൻ നിന്നെ അത്രയധികം വെറുത്തിരുന്നു. എന്നോടുള്ള നിന്റെ പെരുമാറ്റം എനിക്ക് മറക്കാൻ കഴിഞ്ഞില്ല.
ജെയിൻ, ഒരിക്കൽ നീ എനിക്കെതിരെ തിരിഞ്ഞ ആ ക്രോധം, ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് എന്നെയാണെന്ന് നീ പ്രഖ്യാപിച്ച ആ രീതി, എന്നെക്കുറിച്ചുള്ള ചിന്ത പോലും നിന്നെ അസ്വസ്ഥയാക്കുന്നുവെന്നും ഞാൻ നിന്നോട് ക്രൂരമായാണ് പെരുമാറിയതെന്നും നീ ഉറപ്പിച്ചു പറഞ്ഞ ആ കുട്ടിക്കാലത്തിന് ചേരാത്ത ഭാവവും ശബ്ദവും. എനിക്ക് കുറച്ച് വെള്ളം തരൂ, പ്രിയപ്പെട്ട മിസ്സിസ് റീഡ്. ഞാൻ അവൾക്ക് ആവശ്യമായ വെള്ളം നൽകിക്കൊണ്ട് പറഞ്ഞു. ഇതിനെക്കുറിച്ചൊന്നും ഇനി ചിന്തിക്കരുത്. ഇത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് വിട്ടുകളയൂ. ഞാൻ പറഞ്ഞതൊന്നും അവൾ ശ്രദ്ധിച്ചില്ല. എന്നാൽ വെള്ളം കുടിച്ച് ശ്വാസം വിട്ടപ്പോൾ അവൾ ഇപ്രകാരം തുടർന്നു. എനിക്കത് മറക്കാൻ കഴിയില്ലെന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഞാൻ എന്റെ പ്രതികാരം തീർത്തു. നിന്നെ നിന്റെ അമ്മാവൻ ദത്തെടുക്കുന്നതും നീ സുഖസൗകര്യങ്ങളിൽ കഴിയുന്നതും എനിക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. ഞാൻ അദ്ദേഹത്തിന് കത്തെഴുതി. അദ്ദേഹത്തിന്റെ നിരാശയിൽ എനിക്ക് വിഷമമുണ്ടെന്നും എന്നാൽ ജെയിൻ അയ്യർ മരിച്ചുപോയെന്നും ഞാൻ പറഞ്ഞു. ലോവുഡിൽ വെച്ച് ടൈഫസ് പനി ബാധിച്ചാണ് അവൾ മരിച്ചതെന്ന് ഞാൻ പറഞ്ഞു. ഇനി നിനക്കിഷ്ടമുള്ളതുപോലെ ചെയ്യാം. കത്തെഴുതി എന്റെ പ്രസ്താവന തിരുത്താം. നിനക്കെപ്പോൾ വേണമെങ്കിലും എന്റെ കള്ളം വെളിപ്പെടുത്താം. എന്റെ സ്വഭാവം നിങ്ങൾ വിചാരിക്കുന്നത്ര മോശമല്ല. എനിക്ക് ദേഷ്യമുണ്ട്. പക്ഷെ ഞാൻ പകവെച്ചുകൊണ്ടിരിക്കുന്നവളല്ല. ഞാൻ എന്റെ കവിൾ അവളുടെ ചുണ്ടുകൾക്കടുത്തേക്ക് കൊണ്ടുപോയി. അവൾ അത് തൊടാൻ തയ്യാറായില്ല. കട്ടിലിന് മുകളിലേക്ക് ആഞ്ഞു നിൽക്കുന്നത് തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നവൾ പറഞ്ഞു. വീണ്ടും വെള്ളം ആവശ്യപ്പെട്ടു. പാവം, കഷ്ടപ്പെടുന്ന സ്ത്രീ. നേഴ്സ് ഇപ്പോൾ അകത്തേക്ക് വന്നു. പിന്നാലെ ബെസ്സിയും. സൗഹൃദത്തിന്റെ എന്തെങ്കിലും സൂചന കാണുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ അരമണിക്കൂർ കൂടി അവിടെ നിന്നു. പക്ഷെ അവൾ ഒന്നും നൽകിയില്ല. അവൾ വേഗത്തിൽ അബോധാവസ്ഥയിലേക്ക് വഴുതി വീഴുകയായിരുന്നു. അവളുടെ മനസ്സ് പിന്നീട് ഉണർന്നില്ല. അന്ന് രാത്രി 12 മണിക്ക് അവൾ മരിച്ചു. അവളുടെ കണ്ണുകൾ അടയ്ക്കാൻ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. അവളുടെ മക്കളും ഉണ്ടായിരുന്നില്ല. എല്ലാം കഴിഞ്ഞുവെന്ന് പറയാൻ പിറ്റേന്ന് രാവിലെ അവർ ഞങ്ങളുടെ അടുത്ത് വന്നു. അപ്പോഴേക്കും അവളെ കിടത്തിക്കഴിഞ്ഞിരുന്നു. എലിസയും ഞാനും അവളെ നോക്കാൻ പോയി. ഉറക്കെ കരഞ്ഞുകൊണ്ടിരുന്ന ജോർജിയാന തനിക്ക് പോകാൻ ധൈര്യമില്ലെന്ന് പറഞ്ഞു. സാറാ റീഡിന്റെ ഒരു കാലത്ത് കരുത്തുറ്റതും സജീവവുമായിരുന്ന ശരീരം അവിടെ നിശ്ചലമായി കിടന്നിരുന്നു. അവളുടെ കല്ലുപോലെയുള്ള കണ്ണുകൾ തണുത്ത പോളകളാൽ മൂടപ്പെട്ടിരുന്നു. അവളുടെ നെറ്റിയും മുഖഭാവങ്ങളും അവളുടെ കഠിനമായ ആത്മാവിന്റെ മുദ്ര ഇപ്പോഴും പേറുന്നുണ്ടായിരുന്നു. ആ ശവം എനിക്ക് വിചിത്രവും ഗൗരവമേറിയതുമായ ഒരു കാഴ്ചയായിരുന്നു. എലിസ തന്റെ അമ്മയെ ശാന്തമായി നോക്കി. പിന്നീട് ഒരു നിമിഷം അവളുടെ വായ വിറച്ചു. അത് മാറിയപ്പോൾ അവൾ തിരിഞ്ഞു മുറിയിൽ നിന്ന് പുറത്തുപോയി. ഞാനും അങ്ങനെ തന്നെ ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും ഒരു തുള്ളി കണ്ണീര് പോലും പൊഴിച്ചില്ല. അടുത്ത ചാപ്റ്ററിനായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നന്ദി.